അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ ജന്മത്തിനു പാത്രമായ വിശുദ്ധ റബീഉൽ അവ്വലിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അടുത്തറിയുക എന്ന ലക്ഷ്യത്തോടെയും ആ മഹത്തായ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു നാം ഈ ഒരുമിച്ച് കൂട്ടിയ സംഗമം നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഗുണകരമായി സാക്ഷി നിൽക്കുന്ന സദസ്സായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബിനെ കൂടുതൽ പരിചയപ്പെടാനും അവിടുത്തെ ജീവിതത്തിന്റെ മാർഗരേഖയായി സ്വീകരിക്കാനും അവസാനം അവിടത്തോടൊന്നിച്ച് കുടുംബസമേതം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും ഈ പരിപാടി അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മുത്തുനബി വിളിക്കുന്നു എന്ന സന്ദേശത്തിലും അതുപോലെ സമസ്ത കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFന്റെ നേതൃത്വത്തിലും പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ തിരുനബിയെ പരിചയപ്പെടുത്തുന്ന ക്യാമ്പയിനുകൾ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് നമ്മളുള്ളത്. ഈ സമയത്ത് എന്തിനാണ് പ്രവാചകന്മാർ എന്നൊരു വിഭാഗത്തെ പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചത് എന്നും അവരിലെ അന്ത്യദേവദൂതരായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിശേഷതകൾ എന്താണെന്നും വളരെ ഹ്രസ്വമായി നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമി മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ താമസ കേന്ദ്രമാണ്. ഈ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും പ്രപഞ്ച സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിട്ടുണ്ട്. ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള ജലവും കഴിക്കാനുള്ള ഭക്ഷണവും ധരിക്കാനുള്ള വസ്ത്രവും താമസിക്കാനുള്ള പാർപ്പിടങ്ങൾക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ മുതൽ മനുഷ്യന്റെ പുരോഗതിക്കാവശ്യമായ എല്ലാ അസംസ്കൃത വസ്തുക്കളുടെയും നിക്ഷേപം ഈ ഭൂമിയിലുണ്ട്. ആ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ ജീവികളും പ്രപഞ്ച സ്രഷ്ടാവായ അല്ലാഹു നിശ്ചയിച്ച പ്രത്യേകമായ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിധേയമായി താമസിക്കണം എന്നതാണ് അല്ലാഹുവിന്റെ താൽപര്യം. ഇവിടെ മനുഷ്യരല്ലാത്ത ഏത് ജീവിയുണ്ടോ അവയെല്ലാം വളരെ കൃത്യമായി അവർക്ക് നിർണയിച്ചു കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത ജീവിത വ്യവസ്ഥിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ജനനം മുതൽ മരണം വരെ ഈ ഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മനുഷ്യനും പ്രത്യേകമായ ഒരു ജീവിത വ്യവസ്ഥിതിയിൽ നിന്ന് ഒതുങ്ങിയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു നിർദ്ദേശിക്കുകയാണ്. മനുഷ്യേതര ജീവജാലങ്ങൾക്കെല്ലാം അല്ലാഹു ജീവിത പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്, മതം തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ എന്താണ് അവരുടെ മതം എന്ന് പറയുന്നത്? അവരുടെ മതം ജന്മനാൽ തന്നെ ഏതൊരു ജീവിക്കും അറിയാം ഞാൻ ഇനി മരണം വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഏത് ക്രമത്തിൽ മുന്നോട്ട് നീങ്ങണം, ഇണചേരേണ്ടത് എങ്ങനെയാണ്, സന്താനങ്ങളെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ്, ഇര പിടിക്കേണ്ടത് എങ്ങനെയാണ്, കൂട് നിർമ്മിക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ തുടങ്ങി തന്നെ ഇരയാക്കാൻ വരുന്നവരിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ സ്വീകരിക്കേണ്ട ബിരുദുകളും കൗശലങ്ങളും ഏതൊക്കെയാണ്, ഇങ്ങനെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരൊഴികെയുള്ള ജീവികൾക്ക് നേരിട്ട് തന്നെ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. നാം വളർത്തുന്ന, വീട്ടിൽ പോറ്റുന്ന ഒരു പക്ഷിയാണ് കോഴി. അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ 21 ദിവസം അടയിരിക്കും. ആ പ്രത്യേക ക്രമത്തിലുള്ള ചൂടേറ്റ് മുട്ടത്തോട് പൊട്ടിച്ച് അതിൽ രൂപപ്പെട്ട കുഞ്ഞുങ്ങൾ പുറത്തേക്ക് കടന്നുവരുന്ന രംഗം ആരെയും ആനന്ദിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. ആ കോഴിക്കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ആഹാരം സ്വയം കൊത്തിത്തിന്നാനും ഇനി കാക്ക, പരുന്തുപോലുള്ള ജീവികളുടെ ഭീഷണി കണ്ടാൽ തള്ളക്കോഴി പ്രത്യേകമായ സ്വരം പുറപ്പെടുവിച്ച് അപായ സിഗ്നൽ നൽകിയാൽ ഒളികേന്ദ്രങ്ങളിൽ അഭയം പ്രാപിക്കാനും ഈ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ചത് നമ്മൾ കാണുന്നു. ആരാണ് ഇങ്ങനെയുള്ള തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അറിവുകൾ ഈ ചെറിയ പക്ഷിക്ക് കൊടുത്തത്? ഒരു കൈത്തൊഴിൽശാലയിൽ പോവാതെ, ഒരു ചെറിയ പക്ഷിയുടെ കൂടെ ഹെൽപ്പറായി പോലും ജോലി ചെയ്യാതെ, ചെറിയ കുരുവികൾ വരെ കൂട് നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ആരാണ് അതിന് ആ അറിവ് പകർന്നു കൊടുത്തത്? ഇതുപോലെ നാം വീട്ടിൽ വളർത്തുന്ന ആട്, അതിനെ പ്രസവിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആടിന്റെ കുഞ്ഞ് പതിയെ എഴുന്നേറ്റ് ഒന്ന് മൂരി നിവർന്ന് തള്ളയാടിന്റെ അകട്ടിലേക്ക് നടന്നു ചെന്ന് അവിടെ തൂങ്ങിക്കിടക്കുന്ന സഞ്ചിയിൽ നിന്ന് പാല് കുടിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ആരാണ് ഈ ജീവിക്ക് തന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വിഭവമാണ് ഈ തള്ളയാടിന്റെ അകട്ടിൽ കെട്ടിക്കിടക്കുന്നത് എന്ന അറിവ് ആര് പകർന്നു നൽകി? ഇതുപോലെ ചിലന്തികളെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആൻ അതിന്റെ പേരിൽ തന്നെ ഒരു അധ്യായം അവതരിപ്പിച്ചിട്ടുണ്ട്. എത്ര വൈദഗ്ധ്യത്തോടെയാണ് ഇര പിടിക്കാൻ വേണ്ടി ചിലന്തി കൂട് നിർമ്മിക്കുന്നത്. കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ഓരോ വലയും ഞൊടിയിട കൊണ്ട് നെയ്തെടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്റെയും നിങ്ങളെയും കയ്യിൽ സൂചിയും നൂലും തന്ന് ഒരു വലയുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ മാസങ്ങൾ നീണ്ട പരിശീലനം കൊണ്ടല്ലാതെ നമുക്കത് നിർമ്മിക്കാൻ കഴിയില്ല. ഒരു കടപ്പുറത്തും പോകാതെ, ഒരു മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെടാതെ, വേറെ ഒരു സ്ഥലത്തിലും പഠനത്തിന് പോകാത്ത ഈ ചിലന്തികൾക്ക് കൂട് നിർമ്മിക്കാനുള്ള, വല നെയ്യാനുള്ള കരവിരുത് ആരാണ് കൈമാറിയത്? കാട്ടിൽ താമസിക്കുന്ന മറ്റൊരു ജീവിയാണത്ര കാട്ടി. അത് സ്വന്തം കുഞ്ഞിനെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രസവിച്ചു കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങളൊക്കെ ആ കുഞ്ഞുങ്ങളുടെ പുറത്തുള്ള മാലിന്യങ്ങളെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കാറുണ്ട്. ഇതുപോലെ കാട്ടിയും തന്റെ കുഞ്ഞിനെ നക്കിത്തുടച്ച് വൃത്തിയാക്കാൻ ശ്രമിച്ചാൽ ആ കുഞ്ഞിന്റെ പുറംതോല് പൊളിഞ്ഞ് ചോരവാർന്ന് അത് ചത്തുപോകുമത്രേ. എന്നാൽ തന്റെ അമ്മയുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങാൻ നിന്നുകൊടുക്കാതെ ജനിച്ചപടി ആ ചെറിയ കാട്ടിക്കുഞ്ഞൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നതായി കാണുന്നു. എന്നാൽ ഇത് ബുദ്ധി ഉപയോഗിച്ച് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കിയതായിരുന്നുവെങ്കിൽ ഇത് ആരാണ് ചെയ്യേണ്ടിയിരുന്നത്? മുതിർന്ന തള്ളക്കാട്ടിയാണ്. എന്റെ കുഞ്ഞിനെ ഞാൻ ഈ സമയത്ത് നക്കിക്കൊല്ലരുത് എന്ന് ചിന്തിക്കാൻ മുതിർന്ന കാട്ടിക്ക് കഴിയാത്ത സമയത്താണ് കാട്ടിയുടെ ജനിച്ചപടിയുള്ള കുഞ്ഞ് ജീവനും കൊണ്ട് ഓടാൻ പഠിച്ചിരിക്കുന്നത്. ഇത് സ്വയം ബുദ്ധി കൊണ്ട് കണ്ടെത്തിയതല്ല എന്ന കാര്യം ഉറപ്പല്ലേ? പിന്നെ ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ആരാണ് ഈ ജീവിയോട് ഇപ്പോൾ ഓടിയെങ്കിലേ നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ എന്ന സന്ദേശം കൊടുത്തത്? ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ മനുഷ്യരല്ലാത്ത ഏത് ജീവിയെ നിരീക്ഷിച്ചാലും ആ ജീവികൾക്കൊക്കെ ജനനം മുതൽ മരണം വരെ അവരുടെ ജീവിതം എങ്ങനെയാകണമെന്ന് ആരോ പഠിപ്പിച്ചു കൊടുത്തതായി നമ്മൾ കാണുന്നു. അത് മറ്റാരുമല്ല. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ, സമുന്നതനായ നിന്റെ നാഥനെ നീ വാഴ്ത്തി പറയുക.
എന്താണ് കാരണം? അല്ലദീ ഖലഖ ഫസവ്വാ, എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കുകയും അതിനെ ക്രമപ്പെടുത്തുകയും ചെയ്തവനാണ് അല്ലാഹു. മാത്രമല്ല വല്ലദീ ഖദ്ദറ ഫഹദാ, എല്ലാ ജീവികൾക്കുമുള്ള ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുകയും ആ ജീവിത വ്യവസ്ഥിതിയിലേക്ക് സർവജീവജാലങ്ങൾക്കും മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് അല്ലാഹ്. ആ അല്ലാഹുവാണ് മനുഷ്യരല്ലാത്ത എല്ലാ ജീവികൾക്കും ജനനം മുതൽ മരണം വരെ എങ്ങനെ ജീവിക്കണമെന്ന അറിവ് പകർന്നു നൽകിയത്. അത് ജന്മവാസന എന്ന് നമ്മൾ പേരിട്ടു വിളിക്കുന്ന വിധത്തിലാണെന്ന് മാത്രം. എന്നാൽ പ്രപഞ്ചനാഥനായ ഇതേ അല്ലാഹു തന്നെ മനുഷ്യരായ നമുക്കും ജീവിത വ്യവസ്ഥ തയ്യാറാക്കി പഠിപ്പിച്ചു തരണം. എന്നാൽ മനുഷ്യരായ നമ്മളൊന്നും ജനിക്കുന്ന സമയത്ത് തന്നെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചല്ല ഇവിടെ ജനിക്കുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഈ ഒരു പഠനവേദിയുടെ ആവശ്യം ഇവിടെയില്ല. നമുക്ക് സ്കൂളുകൾ വേണ്ട, മദ്രസകൾ വേണ്ട, പാഠപുസ്തകങ്ങൾ വേണ്ട. കാരണം മനുഷ്യന് ഇതൊക്കെ ആവശ്യമായത് എന്തുകൊണ്ടാണ്? ഇതര ജീവികളെപ്പോലെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ജന്മനാൽ പഠിച്ചു വരാത്തത് കൊണ്ടാണ്. ജന്മനാൽ അത് അറിയുന്നവരാണ് ഇതര ജീവികൾ എന്നതുകൊണ്ട് തന്നെ അവർക്കായി ആരും ഒരു ക്ലാസും സംഘടിപ്പിക്കുന്നില്ല, ഒരു സ്കൂളില്ല, മദ്രസയില്ല, മാസികയില്ല, ഒരു ചാനലും മനുഷ്യരല്ലാത്ത ജീവികൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? അവരെ ആരെയും നമ്മൾ ഇനി ജീവിതം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു പഠിപ്പിച്ച ആ റൂട്ടിലൂടെ അല്ലാതെ അവർ മരിക്കുന്നത് വരെ പുതിയൊരു ജീവിതം സ്വീകരിക്കുകയില്ല. എന്നാൽ മനുഷ്യനെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. ആ മനുഷ്യനെ ജനിപ്പിക്കുന്ന സമയത്ത് അള്ളാഹു ഏതൊരവസ്ഥയിലാണ് നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈആ. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു നിങ്ങളെ മാതാക്കളുടെ വയറ്റിൽ നിന്നും ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നതിനെ സംബന്ധിച്ച് ഒരറിവും നിങ്ങൾക്ക് തരാതെയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ മാത്രം പിറന്നപടി നിലവിളിച്ചു ഉറക്കം കരഞ്ഞു. ആ കരച്ചിലിന്റെ തന്നെ മനഃശാസ്ത്രം, എനിക്ക് എഴുന്നേൽക്കാൻ അറിയില്ല, മുലകുടിക്കാൻ അറിയില്ല, സംസാരശേഷിയില്ല, നിസ്സഹായനാണ്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ നിയമവ്യവസ്ഥക്ക് വിധേയനായി സംരക്ഷിക്കൂ എന്ന് നിലവിളിച്ചുകൊണ്ട് ജനന സമയത്ത് കരയുകയാണ് മനുഷ്യൻ. ആ മനുഷ്യനും ഇനി ജീവിത വ്യവസ്ഥ തയ്യാറാക്കി തരേണ്ടത് ഇതര ജീവികളെ ഇത് പഠിപ്പിച്ച സ്രഷ്ടാവ് തന്നെയാണ്. എന്നാൽ എന്തുകൊണ്ട് ജന്മനാൽ തന്നെ എങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചില്ല? അതിന്റെ കാരണം മനുഷ്യരെയും ഇതര ജീവികളെയും അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ഭിന്നമാണ്. മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളും ഫിൽ അർളി ജമീഅ, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി പടച്ചതാണ്. പലതിന്റെയും ഉപകാരം നമുക്കറിയും, ചിലതറിയില്ല. അറിയുന്നതും അറിയാത്തതുമൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ ഗുണത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി അള്ളാഹു പടച്ചതാണ്. നമുക്ക് ഏറ്റവും പേടിയുള്ള ഒരു ഇഴജന്തുവാണ് പാമ്പ്. കണ്ടാൽ നമ്മൾ തല്ലിക്കൊല്ലും. എന്നാൽ ആ പാമ്പിന് പോലും മനുഷ്യൻ ഒരുപാട് ഉപകാരം ചെയ്യാൻ കഴിയുമെന്നാണല്ലോ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പം പത്രങ്ങളൊക്കെ ഉദ്ധരിക്കാറുണ്ട്, റിപ്പോർട്ട് ചെയ്യാറുണ്ട്, 2 കോടി രൂപയുടെ പാമ്പിൻ വിഷവുമായി 3 പേരെ പിടികൂടി. അപ്പോഴാണ് ഈ പാമ്പും മനുഷ്യന് ഗുണമുള്ള സാധനം. 3 കോടിക്കൊക്കെ അതിന്റെ വിഷത്തിന് വിലയുണ്ടെങ്കിൽ എത്ര ഉപകാരമുള്ള സാധനമാണ്. ഇതൊക്കെ മനുഷ്യന് വേണ്ടി പടച്ചതാണ്. എന്നാൽ മനുഷ്യനെ അള്ളാഹു ആർക്ക് വേണ്ടി പടച്ചു? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ഭൂതവർഗത്തെയും അള്ളാഹുവിന് വേണ്ടി പടച്ചതാണ്. അഥവാ അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ്.
മറ്റുള്ള ജീവികളൊക്കെ നമുക്ക് വേണ്ടി പടച്ചതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിത വ്യവസ്ഥിതി, അവന്റെ ജീവിത പദ്ധതി ഇതര ജീവികളെ പോലെയുള്ളതാവാൻ പാടില്ല. അത് പുരോഗമനാത്മകമായിരിക്കണം. പഴയ കാലത്ത് ആടുകൾ എങ്ങനെ ജീവിച്ചോ ഇന്നും അവരങ്ങനെയാ. അന്ന് ആന ജീവിച്ച നിലവാരത്തിൽ നിന്ന് ഒരല്പവും ഉയർന്നിട്ടില്ല. അന്ന് കോഴികൾ ജീവിച്ച അതേ നിലവാരത്തിൽ ഇന്നും അവർ ജീവിക്കുന്നു. മനുഷ്യർക്കത് പോരാ. മനുഷ്യർ ഇപ്പോൾ പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പടക്കപ്പെട്ടവരാണ്. അത് അള്ളാഹുവിന് വേണ്ടി പടക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് ജീവിത വ്യവസ്ഥ തയ്യാറാക്കുമ്പോൾ അത് പുരോഗമനാത്മകമായ പ്രത്യേകമായ ഒരു പദ്ധതിയായിരിക്കണം. അത് തരാൻ അള്ളാഹു മറ്റ് ജീവികൾക്ക് ജന്മവാസനയായി കൊടുത്തു എന്നതിന് പകരം മനുഷ്യരിൽ നിന്നു തന്നെ പ്രത്യേകക്കാരായ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്ത് ആ പ്രവാചകന്മാർക്ക് മലക്കുകൾ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം മുഖേന ദിവ്യ സന്ദേശം കൈമാറി അതിലൂടെയാണ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന വ്യവസ്ഥ അള്ളാഹു മാനവ സമൂഹത്തിന് കൈമാറിയത്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ മനുഷ്യൻ മുതൽക്കു തന്നെ ഇവിടെ പ്രവാചകൻ വേണം. കാരണം ജന്മനാൽ ഒരൊറ്റ മനുഷ്യനും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുന്നില്ല. ആ ആദ്യത്തെ മനുഷ്യനും ജീവിത പദ്ധതി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് അല്ലാഹു തആല ആ മനുഷ്യനെ തന്നെ ആദ്യത്തെ പ്രവാചകനാക്കി. അതാണ് അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനവറുകൾ ആദ്യത്തെ മനുഷ്യനും അതോടൊപ്പം തന്നെ ഒന്നാമത്തെ ദൈവദൂതരുമാണ്. അത് കഴിഞ്ഞ് കാലഘട്ടങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് 2 ലക്ഷത്തി ചില്ലാനം വരുന്ന പ്രവാചകന്മാരുടെ ഒരു ശൃംഖല തന്നെ അള്ളാഹു നിയോഗിച്ചു. അവസാനം ഒരു മതവും സംസ്കാരവും അവനെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അടുത്ത തലമുറക്ക് തിരിച്ച് ഏൽപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായ ഭൗതികവും ഭൗതികവുമായ ശേഷി 6-ാം നൂറ്റാണ്ടിലെ ജനത സ്വായത്തമാക്കിയപ്പോൾ അന്ത്യ ദൈവദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു കൊണ്ടുവന്നു. അങ്ങനെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് തുടങ്ങിയ അള്ളാഹുവിന്റെ മതത്തിന്റെ സമ്പൂർത്തീകരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു നടപ്പിൽ വരുത്തി. ഈ പ്രവാചകന്മാര് മുഴുവനും അള്ളാഹു മനുഷ്യനെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. ഇവർക്കാണ് ദൈവദൂതന്മാർ, പ്രവാചകന്മാർ എന്ന് പറയുന്നത്. ആ പ്രവാചകന്മാരാണ് മനുഷ്യരെ അവരുടെ വൈയക്തികവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആവശ്യമായ അറിവുകൾ ഈ പ്രവാചകന്മാരിലൂടെയാണ് ലോകത്തിന് ലഭിക്കുന്നത്. ആ പ്രവാചകന്മാർ പറഞ്ഞ അറിവുകളെ വികസിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകം പുരോഗതിയിലേക്ക് പോയിട്ടുള്ളത്. അവരിലൂടെ ലഭ്യമായ അറിവുകളിൽ നിന്നുള്ള ശാഖോപശാഖകളായി വളർന്നു വികസിച്ച വിജ്ഞാനങ്ങളല്ലാതെ വേറൊരറിവും മനുഷ്യന്റെ കയ്യിലില്ല. ആ പ്രവാചകന്മാരിൽ അന്ത്യ ദൈവദൂതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതും നമുക്ക് നൽകിയ സന്ദേശങ്ങളും എന്താണെന്നും ആ പ്രവാചകന്റെ സവിശേഷതകൾ എന്താണെന്നും നമ്മൾ തിരിച്ചറിയാം. അന്ത്യപ്രവാചകൻ സാധാരണ ഒരു മറ്റു പ്രവാചകന്മാരെ പോലെയുള്ള പ്രവാചകനും അല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കുമ്പോൾ ആ പ്രവാചക ഇസ്ലാം മുതൽ മുത്തുനബി ജനിക്കുന്നതിന്റെ ഏകദേശം 500 കൊല്ലങ്ങൾക്ക് മുമ്പ് പിറന്ന മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരേക്കുമുള്ള എല്ലാ അമ്പിയാക്കളോടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു കരാർ വാങ്ങി അതിനെ അംഗീകരിച്ചതിന് ശേഷമല്ലാതെ അവർക്ക് അല്ലാഹു നുബുവത്ത് കൊടുത്തിട്ടില്ല. പരിശുദ്ധ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ആശയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറ ആലു ഇംറാനിൽ നമുക്ക് കാണാം, അല്ലാഹു പറയുകയാണ് വഇദ് അഖദല്ലാഹു
മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ആശയം ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി ഞാനും നിങ്ങൾ ഉണർത്തുകയാണ്. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻഗാമികളായ അമ്പിയാക്കളുടെ കരാർ നാം വാങ്ങിയ സന്ദർഭത്തെ, അള്ളാഹു സ്വീകരിച്ച സന്ദർഭത്തെ നിങ്ങൾ അനുസ്മരിക്കുക. എന്തായിരുന്നു അവരോട് കരാർ എഴുതിയത്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മാ. അവർക്ക് നുബുവ്വത്ത് കൊടുക്കുന്നതിന്റെ മുന്നോടിയായി അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേദഗ്രന്ഥങ്ങളും തത്വജ്ഞാനങ്ങളും എന്നിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ആ നുബുവ്വത്ത്, ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും. നിങ്ങൾക്ക് നാം നൽകുന്ന ഈ ഗ്രന്ഥങ്ങളും അതിലെ ആശയങ്ങളുമൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരന്ത്യപ്രവാചകനെ നിങ്ങളിലേക്ക് പിന്നീട് വരും. അങ്ങനെ ആ പ്രവാചകൻ വരുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ ഉടനെ ആ നബിയിൽ വിശ്വസിക്കണം, അഥവാ ആ നബിയുടെ ഒരു അനുയായിയായി മാറണം. വലതൻസുറുന്നഹു, ആ നബിയെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് സഹകരിക്കണം എന്ന് അവരോട് പറയുകയും, ഇനിയതാ നിങ്ങളെ ജീവിത കാലഘട്ടത്തിലല്ല ആ നബി വരുന്നതെങ്കിൽ നിങ്ങളെ സമുദായത്തെ ഈ വിഷയം നിങ്ങൾ വസിയ്യത്ത് ചെയ്യുകയും വേണം എന്നവരോട് പറഞ്ഞതിന് ശേഷം അല്ലാഹു ചോദിക്കുകയാണ്, ഖാല അഖറർതും വഅഖൽതും അലാ ദാലികും ഇസ്രി, ഈ കരാർ നിങ്ങൾ സ്വീകരിച്ചില്ലേ, അംഗീകരിച്ചില്ലേ? ഖാലു, അവരൊന്നിച്ചു മറുപടി പറഞ്ഞു, അഖറർനാ, ഈ കരാർ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഖാല ഫശ്ഹദു വഅന മഅകും മിനശ്ശാഹിദീൻ. അങ്ങനെ അല്ലാഹുവോട് പറഞ്ഞു, ഞാനും നിങ്ങളോടൊപ്പം ഇതിന് സാക്ഷിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാദൃശ്ചികമായി ഒരു പ്രവാചകനായി വന്നതല്ല. ഇപ്പൊ മുസ്ലിം സമുദായത്തിൽ തന്നെ ചില ആളുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിന്റെ അന്ധകാരം അകറ്റാൻ വേണ്ടി അള്ളാഹു ഒരാളെങ്ങനെ തരികയാണ്. അങ്ങനെ മുത്തുനബി അള്ളാഹ് നിരീക്ഷിച്ചു 40 കൊല്ലം. കൂട്ടത്തിൽ തിരക്കടില്ലാത്തൊരു കുട്ടിയാന്ന് കണ്ടപ്പോ എന്ത് ചെയ്തു? മുത്തുനബിക്ക് അള്ളാഹു തആല നുബുവത്ത് കൊടുത്തു. ആ സന്ദേശം ജനങ്ങൾക്ക് കൈമാറി. അങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ മരിച്ചു പോകുന്നത് പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി. ഇങ്ങനെ അള്ളാഹിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തുന്ന അവാന്തര വിഭാഗങ്ങളുണ്ട് ഇവിടെ. നമ്മൾ ഓർക്കുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ യാദൃശ്ചികമായി തെരഞ്ഞെടുത്തൊരു പ്രവാചകനല്ല. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള കരാർ അത് വാങ്ങാതെ സ്വീകരിക്കാതെ ഒരു നബിക്കും അള്ളാഹു നുബുവത്ത് കൊടുത്തിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുത്തുനബിയെ നമ്മൾ നന്നായി മനസ്സിലാക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂൽ ആരാണ്? ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഇന്നാ അർസൽനാക ഷാഹിദ, ഓ പ്രിയപ്പെട്ട നബിയെ, അങ്ങേ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് സാക്ഷിയായിട്ടാണ്. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കേസിന് ആരാണ് സാക്ഷി പറയേണ്ടത്? സാക്ഷികൾ ആരും കിട്ടിയിട്ടില്ല. ഒന്ന് നീ നിൽക്കുവോ? ഒന്ന് ഞാൻ നിന്നോളാം. ഇങ്ങനെ കേസിന് സാക്ഷി പറയാൻ പാടുണ്ടോ? ഇല്ല. അത് ആ വിഷയത്തിന് ദൃക്സാക്ഷിയായിരിക്കണം. ഒരപകടം നടന്നാൽ, ഒരടിപിടി നടന്നാൽ അത് കണ്ട ആളായിരിക്കണം സാക്ഷി പറയുന്നത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് സാക്ഷിയായിട്ടാണ് ഞാൻ നിയോഗിച്ചത് എന്ന് അള്ളാഹു പറഞ്ഞത് വിപുലമായ വിശാലമായ അർത്ഥത്തിലാണ്. നമ്മൾ ഈ പറയുന്ന അള്ളാഹ്, നമ്മൾ ആരെങ്കിലും അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഈ അമല് ചെയ്യുന്നതും ക്ഷണിക്കുന്നതും സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തെ നമ്മളാരും കണ്ടിട്ടില്ല. നമ്മൾ ഈ ഭയപ്പെടുത്തുന്നത് നരകത്തെയാണ്. ആ നരകത്തെ നമ്മൾ കണ്ടിട്ടില്ല.
ഈ ഖുർആൻ മുത്തുനബിക്ക് കൈമാറിയ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കാണ്. ഒരൊറ്റ മലക്കിനെയും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വസിക്കാൻ പറ്റിയ ഒരു സാക്ഷിയുണ്ട്. ആ സാക്ഷിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാന്റെ റസൂല് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട്, സ്വർഗം നേരിട്ട് കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്, മാലാകമാരെ കണ്ടിട്ടുണ്ട്. ആ നബിയെ കുറിച്ചുള്ള നല്ല വിശ്വാസവും മതിപ്പുമില്ലെങ്കിൽ ആ നബി പരിചയപ്പെടുത്തിയ അള്ളയുമായി നമുക്ക് ബന്ധമില്ല. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന സ്വർഗവുമായി നമുക്ക് ബന്ധമില്ല. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിപ്പിക്കുന്ന നരകത്തെക്കുറിച്ച് നമുക്ക് ഭയം വരില്ല. നമ്മളെ ഈമാനിന്റെ തന്നെ അടിത്തറയായി മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കുറിച്ചുള്ള വിശ്വാസവും മതിപ്പും ആദരവും ബഹുമാനവുമാണ് ഈമാനിന്റെ അടിത്തറ എന്ന് വെറുതെ പറയുന്നതല്ല. ഇതുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്, അവ്വലുമാ യജിബു അലൽ ആബാ, രക്ഷിതാക്കൾക്ക് അവരെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ ഏറ്റവും ആദ്യമായി നിർബന്ധമാകുന്ന വിഷയം എന്താണ്? മഹാൻ പറഞ്ഞു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ്. കാരണം നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് ആരിലൂടെയാണ്? നബിതങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേവല സാധാരണ മനുഷ്യനാണ് എന്ന രീതിയിൽ അവിടത്തെ മനസ്സിലാക്കിയാൽ ആ നബിതങ്ങൾ കൊണ്ടുവന്ന ആശയത്തെ നമുക്ക് സംശയമില്ലാതെ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നബിയെ അടുത്തറിയാനും പഠിക്കാനും ഇത്തരം അവസരങ്ങളെ നമ്മൾ ഉപയോഗിക്കണം. അവിടുന്ന് ഒരു സാധാരണക്കാരനെ പോലെ വന്ന ആളല്ല. എല്ലാ അമ്പിയാക്കളോടും കരാർ വാങ്ങിയതിന്റെ പുറമെ നബിതങ്ങളെ മുൻഗാമികളായി വന്ന ഏത് പ്രവാചകന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെ എന്താണ്? ഇതാ അന്ത്യദൈവദൂതർ വരാൻ പോകുന്നു, മുത്തുനബി ജനിക്കാൻ പോകുന്നു. ഈ സുവിശേഷം അറിയിക്കുക എന്നത് അവരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയായിരുന്നു. തിരുനബി തങ്ങൾ ജനിച്ചതിന്റെ 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് പിറന്ന മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. വൈദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാഹ് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അല്ലാഹു പറയാ, വൈദ് ഖാല ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രനായ ഈസാ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭത്തെ നിങ്ങൾ അനുസ്മരിക്കുക. യാ ബനീ ഇസ്രായീൽ, ഓ യാക്കൂബ് നബിയുടെ സന്താനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ അല്ലാഹുവിന്റെ നിങ്ങളിലേക്കുള്ള ദൂതരാ. എങ്ങനെയാണ് അല്ലാഹു എന്നെ നിയോഗിച്ചത്? മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, മൂസാ നബി മുഖേന നമുക്ക് ലഭ്യമായ നമ്മളെ കയ്യിലുള്ള തൗറാത്തിനെ അംഗീകരിക്കുന്ന ആളായിട്ടാണ്. ഒരു പ്രവാചകനും മുൻകാലത്തെ പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞു വന്നിട്ടില്ല, അവരംഗീകരിച്ചു കൊണ്ടുവന്നതാ. മാത്രമല്ല എന്നെ നിയോഗിച്ചത് വമുബശ്ശിറൻ, സുവിശേഷം അറിയിക്കുന്നവനുമായിട്ടാണ്. ബിറസൂലിൻ യഅതി മിൻ ബഅദി, എന്റെ ശേഷം ഇവിടെ വരാൻ പോകുന്ന ഒരു റസൂലിനെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടുമാണ്. ഇസ്മുഹു അഹ്മദ്, ആ നബിയുടെ ഒരു പേര് അഹ്മദ് എന്നാകുന്നു. സുബ്ഹാനല്ലാഹ്, മുത്തുനബി തങ്ങളെ പേരുൾപ്പെടെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് തിരുപ്പിറവിയെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. സൂറത്ത് സുഫിൽ ഈ ആയത്ത് നമുക്ക് കാണാം. നമ്മൾ ആലോചിക്കണം, തിരുനബി അങ്ങനെ യാദൃശ്ചികമായ ഒരു പ്രവാചകനായതല്ല. അള്ളാഹു ഒക്കെ കാലക്കൂട്ടി സംവിധാനിച്ച് ആ സംവിധാനം അനുസരിച്ചാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നിട്ടുള്ളത്. ഇനി മുൻഗാമികൾക്ക് അല്ലാഹു കൊടുത്ത ബൃഹത്ത 3 ഗ്രന്ഥമുണ്ട്, ഇഞ്ചീല്, സബൂർ. ഇതിന്റെ പുറമെ 100 ലഘുഗ്രന്ഥങ്ങളുണ്ട്. അതാണ് ഏടുകൾ എന്ന പേരിൽ നമ്മൾ മദ്രസയിൽ വെച്ച് പഠിച്ചിട്ടുള്ളത്. ഈ മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും,
നാം വേദഗ്രന്ഥങ്ങൾ നൽകിയ ജനത മുത്തുനബിയെ അറിയും എപ്രകാരം സ്വന്തം മക്കളെ അറിയുന്നത് പോലെ. നമ്മളെ സ്വന്തം മക്കളെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും ഉമ്മയും ബാപ്പയും കാണും, അറിയും. കാക്കപ്പുള്ളി എവിടെയാണ്, മറുക് എവിടെയാണ്, അല്ലെ, എന്തൊക്കെ അടയാളങ്ങളുണ്ടോ. ആയിരക്കണക്കിന് കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മളെ കുട്ടികളെ നമ്മൾ തിരിച്ചറിയൂലേ? ഇതുപോലെ മുത്തുനബിയുടെ ശരീരത്തിലുള്ള പുള്ളികൾ മുതൽ അടയാളങ്ങൾ വരെ വേദഗ്രന്ഥത്തിലൂടെ അള്ളാഹു നേരത്തെയുള്ള സമുദായങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ട് സ്വന്തം മക്കൾ അറിയുന്നത് പോലെ അറിയാൻ അവർക്ക് കഴിയും. അങ്ങനെ ലോകത്തെ ജനിക്കുന്നതിന് മുമ്പ് ചരിത്രം തുടങ്ങിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വേറെ ആർക്കും പറയാനില്ല. അള്ളാഹിന്റെ റസൂലിന്റെ ചരിത്രം അങ്ങനെയാണ്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരാലും സന്തോഷ വാർത്ത അറിയിച്ച് വിവരങ്ങളും അടയാളങ്ങളും ബോധ്യപ്പെടുത്തി വന്ന മുത്തുനബി ഇനി ആ അള്ളാഹിന്റെ റസൂലിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഓരോ ചരിത്രം നമ്മൾ പഠിച്ചാലും അതിന്റെ പിന്നിലൊക്കെ അള്ളാഹുവിന്റെ ആസൂത്രിതമായ നീക്കം നമുക്ക് കാണാൻ കഴിയും. മുത്തുനബിയുടെ പിതാക്കന്മാർ നിങ്ങൾ നോക്കൂ, ലോക ചരിത്രത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് അങ്ങനെ കാണിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഏതാണ്? ഇന്റർനെറ്റ് യുഗവും കഴിഞ്ഞു പോവാ. വേറെ ഏത് പേരാണ് ഇനി യുഗത്തിന് കൊടുക്കേണ്ടത് എന്ന ആശങ്കയിൽ നിൽക്കാനാണ്. അത്രമേൽ സാങ്കേതിക പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എന്റെയും നിങ്ങളെയും നമ്മളെ കുടുംബത്തിന്റെയും ഈ നാടിന്റെയും മൊത്തം ചരിത്രം വേണമെങ്കിൽ ഒരു വിരലിന്റെ പോലും വലിപ്പമില്ലാത്ത ഒരു വസ്തുവിലേക്ക് ശേഖരിക്കാൻ ആധുനിക മനുഷ്യൻ കഴിവും സ്വാധീനവും നേടിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും തന്റെ അഞ്ചാമത്തെ വല്യുപ്പയുടെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാം. ധൈര്യമായിട്ട് പൊക്കിയോളി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവാർഡും കൊടുക്കണം. അഞ്ചാമത്തെ വല്യുപ്പാന്റെ പേരറിയാം, ആരും കാണുന്നില്ല. നാലാമത്തെ ഉള്ള ആരെങ്കിലും ഉണ്ട്? നാലാമത്തെ വല്യുപ്പാന്റെ പേരറിയാം, അതുമില്ല. മൂന്നാമത്തെ വല്യുപ്പ, ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ, അതുമില്ലേ? ഒരാളാ? നോക്കണം നിങ്ങൾ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമേ. അതേ സമയത്തതാ അങ്ങ് 6-ാം നൂറ്റാണ്ടിൽ ജനിച്ച, കടലാസ് പോലും കണ്ടെത്തിയിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ജനിച്ച മുത്തുനബി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 വല്യപ്പമാരെ പേര് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തരും. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്, ഹാശിം അബ്ദു മനാഫിം മുന്തസിബ്, ഉസൈ കിലാബുൻ മുറത്തുൻ കഅബുൽ ലുഐ, ഗാലിബ് വഫിഹറും മാലികുൻ നളുറുൻ നുഖൈ. ഇങ്ങനെ തുടങ്ങി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 വല്യപ്പമാരെ ജീവചരിത്രവും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പറയാൻ ഇത്രമാത്രം ചരിത്രപരമായി സംരക്ഷിക്കപ്പെട്ട ഒരു നേതാവുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. ഇത് ലോകത്തൊരത്ഭുതമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം അല്ലാഹു തആല സൃഷ്ടിക്കുന്നത് വളരെ അത്ഭുതകരമായ ആസൂത്രണത്തിലൂടെയാണ്. ആ വല്യപ്പമാരിൽ ഒരാളാണ് നമ്മളിപ്പോൾ പാടിയ പാട്ടിലുള്ള അബ്ദു മനാഫ്. റസൂലുള്ളാഹിന്റെ വല്യപ്പമാരൊക്കെ ഉത്കൃഷ്ട വ്യക്തിത്വങ്ങളായിരുന്നു, മഹാന്മാരായിരുന്നു. അവരിൽ ഒരാൾ പോലും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചവരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാർ മുഴുവനും സജ്ജനങ്ങളും സ്വാലിഹീങ്ങളുമായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട അബ്ദു മനാഫ്, അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. അതിലൊരു കുട്ടി, അതാണ് ഹാശിം. അത് റസൂലുള്ളാഹി തങ്ങളെ മറ്റൊരു വല്യുപ്പയാണ്, പരമ്പരയിൽപ്പെട്ട ഒരാളാണ്. 3ാമത്തെ വല്യുപ്പയായി വരും, 3ാമത്തെ ഉപ്പാപ്പ. ആ ഹാശിം വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം യസ്രിബ് എന്നാണ് പഴയകാലത്ത് മദീനയുടെ പേര്. ആ മദീനയിലുള്ള അംർ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ, ഒരു മധ്യവയസ്കനാണ്. അദ്ദേഹത്തിന്റെ കൂടെയാണ് ചെറുപ്പക്കാരനായ ഹാശിം ബിസിനസ് നടത്തിയിരുന്നത്. സിറിയയിലേക്ക് കച്ചവടത്തിന് പോകലാണ് അവരെ പ്രധാനപ്പെട്ട ബിസിനസ്. അങ്ങനെ ഹാശിമുമായുള്ള ഈ സ്നേഹബന്ധം അതെന്നെന്നും നിലനിർത്തണമെന്ന് ചിന്തിച്ച മദീനയിലെ ബനു നജ്ജാർ ഗോത്രക്കാരനായ അംർ, അദ്ദേഹം ഒരിക്കൽ ഹാശിമിനോട് ചോദിച്ചു, ഞാൻ എന്റെ മകളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുകയാണ്.
സുന്ദരിയായ സുമുഖിയായ എന്റെ മകൾ സെൽമയെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു എന്ന് ആ ബന്ധം നമുക്ക് എന്നെന്നും ഇവിടെ നിലനിർത്തണം. അദ്ദേഹം ആവശ്യം മുന്നോട്ട് വെച്ചു. മക്കയിൽ നിന്ന് സമ്മതം വാങ്ങി ഹാശിമത ഈ വിവാഹം അദ്ദേഹം മദീനയിൽ വെച്ച് സെൽമ എന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം എല്ലാ അർത്ഥത്തിലും വിജയിച്ചതും വിപ്ലവം സൃഷ്ടിച്ചതും മദീന കേന്ദ്രീകരിച്ചാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. ആ മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലാൻ വളരെ പാകപ്പെട്ട ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അല്ലാഹ് ചെയ്ത ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഈ വിവാഹം. അങ്ങനെ സെൽമയെ കല്യാണം കഴിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം മഹാനവറുകളതാ ഫലസ്തീനിലേക്ക് കച്ചവടത്തിന് പോയി. അവിടത്തെ ഗസ പട്ടണത്തിൽ വെച്ച് ഹാശിം വഫാത്താകുകയാണ്. തന്റെ ഭാര്യ ഗർഭിണിയായ വിവരം അദ്ദേഹം അറിയുന്നില്ല. അങ്ങനെ അതാ ഭാര്യ ഗർഭം പൂർത്തിയായി പ്രസവിച്ചു നോക്കുമ്പോൾ സുമുഖനായ സുന്ദരനായ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് മദീനയിലെ അമ്മാവന്മാരും ഉമ്മയും ചേർന്ന് നല്ലൊരു പേര് കൊടുത്തു, ശൈബത്തുൽ ഹംദ്. അങ്ങനെ മദീനക്കാരെ കണ്ണിലുണ്ണിയായി. പ്രത്യേക സൗന്ദര്യവും മുഖകാന്തിയും മുഖത്തൊരു പ്രത്യേകമായ പ്രകാശവുമുള്ള ഈ കുഞ്ഞ് ഒരത്ഭുത കുട്ടിയായി മദീനക്കാര് കാണുകയും എല്ലാവരും ആ കുഞ്ഞിന് അതിരെത്തി. അങ്ങനെ പ്രത്യേകമായ ഒരു ശാരീരിക പ്രകൃതിയും മുഖത്തിനൊരു പ്രത്യേക പ്രകാശവും ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അത് നുബുവ്വത്തിന്റെ നൂറ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് അവരിലൂടെ കടന്നു വരുന്നതിന്റെ അടയാളമായിരുന്നു. അങ്ങനെ ഹാശിമിന്റെ കുട്ടി ശൈബ അവിടെ വളർന്നു വന്നു. 6 വയസ്സ് എത്തിയപ്പോൾ മക്കയിൽ നിന്ന് അദ്ദേഹത്തിന്റെ എളാപ്പ മുത്തലിബ്, മരണപ്പെട്ടുപോയ ശൈബയുടെ ഹാശിമിന്റെ സഹോദരൻ മുത്തലിബ്, തന്റെ സഹോദരന്റെ കുട്ടിയുണ്ടല്ലോ അങ്ങ് മദീനയിൽ, അവൻ നമ്മളെ ഖുറൈശി തറവാട്ടുകാരനാണ്, അവനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് ചിന്തിച്ചുകൊണ്ട് മദീനയിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ബനു നജ്ജാർ ഗോത്രക്കാരെ പരിചയപ്പെട്ടു. തന്റെ ജ്യേഷ്ഠന്റെ കുഞ്ഞിനെ കണ്ടെത്തി. അങ്ങനെ മുത്തലിബ് ഒരാഴ്ചയോളം അവിടെ തങ്ങി ആ കുട്ടിയുമായി അടുത്ത് അവനെ മക്കയെയും പിതാവിന്റെ കുടുംബത്തെയൊക്കെ പരിചയപ്പെടുത്തി. ആ കുട്ടിയതാ പതുക്കെ മക്കയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പൊ ഉമ്മയും അമ്മാവന്മാരൊക്കെ എതിർത്തെങ്കിലും ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് കുട്ടിയുടെ കൂടി താല്പര്യപ്രകാരം മുത്തലിബ് ആ കുഞ്ഞിനെ മക്കയിലേക്ക് കൊണ്ടുവരിക. ഈ കുഞ്ഞിനെയുമായി വരുമ്പം വഴിയിൽ കാണുന്നവർക്ക് ചോദിക്കുക, ഈ കുട്ടി ഏതാ? വല്ലാത്ത സൗന്ദര്യമുള്ള ആകർഷണീയമായ മുഖം ഉള്ള ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്ക് ചോദിച്ചപ്പോ അദ്ദേഹം തൽക്കാലം ഒരു മറുപടി കൊടുത്തു, ഹാദാ അബ്ദുല്ലി, ഇത് എന്റെ ഒരു അടിമയാണ്. അങ്ങനെ മക്കയിലെത്തിച്ചേർന്നപ്പോൾ ആ രഹസ്യം അദ്ദേഹം അവിടെ വിളംബരപ്പെടുത്തി, ഇതെന്റെ അടിമയല്ല, ഹാദാ ഇബ്നു അഖീ ശൈബാ, ഇതെന്റെ സഹോദരനായ ഹാശിമിന്റെ പുത്രൻ ശൈബയാകുന്നു എന്ന് പറഞ്ഞെങ്കിലും അപ്പോഴേക്ക് നാട്ടുകാർ ഈ കുട്ടിക്ക് വിളിപ്പേര് നൽകി അബ്ദുൽ മുത്തലിബ്. മുത്തലിബിന്റെ അടിമ എന്ന അർത്ഥമുള്ള അബ്ദുൽ മുത്തലിബ് എന്ന പേര് അങ്ങനെ കിട്ടി. അങ്ങനെ ഈ കുട്ടിക്കൊരു പ്രത്യേക സ്വഭാവമാണ്. അബ്ദുമനാഫിന്റെ മക്കളെ കൂട്ടത്തിൽ നിന്ന് സാധാരണ കുട്ടികളെ മാതിരിയല്ല ഈ കുട്ടിക്ക് പ്രത്യേകമായ സ്വഭാവം. ആ കുട്ടിയുടെ പെരുമാറ്റം സത്യസന്ധതയുള്ളതാണ്. എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന കുട്ടിയാണ്. ആ കുഞ്ഞു ഒരിക്കലും മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളുടെ മുമ്പിൽ തലകുനിച്ചിട്ടില്ല. മദ്യം ചായ കഴിക്കും പോലെ കുടിക്കുന്ന കാലമാണെങ്കിലും അത് തൊട്ടുനോക്കാറില്ല. സേവന പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നു. ഇഴജന്തുക്കൾ മുതൽ ഹിംസ്ര ജീവികൾക്ക് വരെ മലമുകളിൽ പോലും കൊണ്ടുപോയി ആഹാര വിതരണം നടത്തുന്നു. അങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മക്കക്കാരുടെ കണ്ണിലുണ്ണിയായി മാറിയ അബ്ദുൽ മുത്തലിബിനെ അവർ മക്കയുടെ നായകനായി വളരെ ചെറുപ്പത്തിൽ തന്നെ നിശ്ചയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവിയുമായി ബന്ധപ്പെട്ട് അള്ളാഹു ചെയ്യുന്ന ആസൂത്രിതമായ നീക്കമാണിത്. അങ്ങനെ മദീനയിൽ നല്ലൊരു ബന്ധം റസൂലുള്ളാഹിക്ക് അവിടെ ഉണ്ടാക്കി വെച്ചു. ഇനി ആ കൂട്ടത്തിൽ തന്നെ വേറെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. അവിടെ
റസൂലുള്ളാഹിക്ക് ഒരു കുടുംബമുള്ളതോടൊപ്പം ഒരു വീടും അള്ളാഹു ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തുബ്ബ എന്നു പേരുള്ള ഒരു രാജാവിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അവരിൽ ഒന്നാമനായിരുന്ന അബാൻ എന്നു പേരുള്ള രാജാവ് തന്റെ കൂടെ ഉണ്ടായിരുന്ന 400ഓളം വരുന്ന പണ്ഡിതന്മാരോടൊന്നിച്ച് അദ്ദേഹം അതാ മദീനയിലൂടെ യാത്ര ചെയ്തു. ഒരു കാലഘട്ടത്തിൽ മദീനയിൽ എത്തിച്ചേർന്നപ്പോൾ കൂടെയുള്ള പണ്ഡിതന്മാരെല്ലാം വേദഗ്രന്ഥം പഠിച്ചവരാണ്. മദീന മണ്ണിന്റെ ലക്ഷണം കണ്ടപ്പോൾ അവർക്ക് ബോധ്യമായി ഇത് നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ അന്ത്യദൈവദൂതർ ഹിജ്റ വരാൻ പോകുന്ന മണ്ണാണ് എന്ന് മനസ്സിലായ സമയത്ത് അവരൊക്കെ രാജാവിനോട് പറഞ്ഞു, ഇനി ഞങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് യമനിലേക്ക് വരുന്നില്ല. രാജാവ് ചോദിച്ചു, എന്തേ? ഇത് അന്ത്യപ്രവാചകന്റെ ഹിജ്റ ഭൂമിയാണ്. അപ്പൊ രാജാവ് പറഞ്ഞു, എന്നാൽ ആ അന്ത്യപ്രവാചകൻ ഇവിടെ വന്നാൽ അദ്ദേഹത്തിന് താമസിക്കാനുള്ള വീട് എന്റെ വകയിലാകട്ടെ. അങ്ങനെ 2 നിലയുള്ള ഒരു നല്ല വീട് നിർമ്മിച്ചു. കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനെ വിളിച്ച്, പുരോഹിതനെ വിളിച്ച് രാജാവ് പറഞ്ഞു, ഈ വീടിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അന്ത്യപ്രവാചകൻ ഇവിടേക്ക് ഹിജ്റ വരുന്നതെങ്കിൽ ഈ വീട് അദ്ദേഹത്തിന് താമസിക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികളോട് നിങ്ങൾ വസിയത്ത് ചെയ്യണം, ഇങ്ങനെ ഒരു നബി വന്നാൽ ആ നബിക്ക് ഈ വീട് വിട്ടുകൊടുക്കണമെന്ന്. അങ്ങനെ പാരമ്പര്യമായി ഇങ്ങനെ വസിയത്ത് ചെയ്തു വരികയാണ്. അങ്ങനെ കാലം കുറെ മുന്നോട്ട് പോയി. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ കൈവശം അങ്ങനെയാണ് ആ വീട് എത്തിപ്പെടുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന കാലത്ത് നമുക്കറിയാം, അവിടത്തെ സ്വീകരിച്ചുകൊണ്ട് ആദ്യം ഇന്ന് മസ്ജിദുൽ ഖുബാ ഉള്ള ഭാഗത്തേക്കാണ് മുത്തുനബി പോയത്. അവിടെയുള്ള പള്ളിക്കാണ് ആദ്യമായി തറക്കല്ലിട്ടത്. ഇസ്ലാമിലെ തന്നെ ആദ്യത്തെ പള്ളി മസ്ജിദുൻ നബവിയല്ല, മസ്ജിദുൽ ഖുബായാണ്. അവിടെ പോകാനും കാണാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ 4 ദിവസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ 8-നാണ് മുത്തുനബി മസ്ജിദുൽ ഖുബ നിലകൊള്ളുന്ന പ്രദേശത്തെത്തിയത്. അവിടുന്ന് 4 ദിവസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ 12-ന് അവിടുന്ന് തിരിച്ച് മദീനയിലേക്ക്, ഇന്ന് മസ്ജിദുൻ നബവിയുള്ള പ്രദേശത്തേക്ക് വരികയാണ്. ആ വരുന്ന സമയത്താണ് അന്ന് 100 കണക്കായ ആളുകൾ ദഫ്മുട്ടി മുത്തുനബിയെ സ്വീകരിച്ചു പാട്ടുപാടി. طلع البدر علينا من ثنيات الوداع واجب الشكر علينا ما دعا لله داعي. മദീനയുടെ അതിർപ്രദേശത്തിലൂടെ ഇതാ ചന്ദ്രൻ ഉദിച്ചു വരവായി. അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ദഫ്മുട്ടി മദീനയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുമ്പോൾ ഓരോ മദീനയിലെ ശിഷ്യന്മാരും അവിടത്തെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിക്കാൻ ഒരുമ്പെടുന്നു. അവരൊക്കെ ആഗ്രഹം എന്താ? മുത്തുനബി എന്റെ വീട്ടിൽ താമസിക്കട്ടെ, എന്റെ വീട്ടിൽ താമസിക്കട്ടെ. അപ്പൊ നബി പറഞ്ഞ വാക്കെന്താണ്? ദഊഹാ ഫഇന്നഹാ മഅ്മൂറാ. നിങ്ങൾ ആ ഒട്ടകത്തെ വിട്ടേക്കുക, അത് അല്ലാഹുവിന്റെ പ്രത്യേക കൽപ്പന കിട്ടിയ ഒട്ടകമാണ്. അത് ഏത് വീടിന് മുമ്പിലാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് എന്റെ താമസം. അങ്ങനെ അതാ ഈ ഒട്ടകം നടന്നു എല്ലാവരും ആഗ്രഹിച്ചിട്ടും അവസാനം ചെന്ന് മുട്ടുകുത്തിയത് അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളെ കൈവശമുള്ള ആ വീട്ടിന്റെ മുമ്പിലാണ്. ഈ വീടാണ് അന്ന് തുബ്ബ രാജാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഇബ്നു ഹിശാം, ഇബ്നു ഇസ്ഹാഖ് പോലുള്ള മഹാന്മാരായ ചരിത്രകാരന്മാർ ഇത് രേഖപ്പെടുത്തിയത് കാണാം. മുത്തുനബിയെ ഇങ്ങനെയാണല്ലോ കൊണ്ടുപോകുന്നത്. അവിടുന്ന് ഹിജ്റ പോയാൽ താമസിക്കാനുള്ള വീട് വരെ നേരത്തെ ഉണ്ടാക്കി. ഇതൊരു സാധാരണ പ്രവാചകന് യാദൃശ്ചികമായി നബിയായ ആളാ. ഇനി നോക്കൂ നിങ്ങൾ, ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലാണ് മറമാടിയിരിക്കുന്നത്. അന്ത്യദൈവദൂതർക്ക് മദീനയിലാണ് അന്ത്യവിശ്രമ കേന്ദ്രം അല്ലാഹു ഒരുക്കാൻ തയ്യാറാക്കിയത്. അതിന്റെ മുന്നോടിയായി തന്നെ പിതാവിനെ അല്ലാഹു അതേ സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഹാഷിമിന്റെ പുത്രനായ അതെ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹം മക്കയുടെ ഭരണാധികാരിയായി.
അങ്ങനെ അദ്ദേഹത്തിന് മക്കളുണ്ടാകാൻ തുടങ്ങി. ആദ്യത്തെ കുട്ടി ഹാരിസ. ഈ കുഞ്ഞുണ്ടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുപ്പിറവിയുടെ സാഹചര്യത്തിൽ മക്കയെ ലോകത്ത് ശ്രദ്ധേയമായ ഒരു കേന്ദ്രമാക്കി മാറ്റാനുള്ള തീരുമാനിക്കുകയാണ്. അതിന്റെ ഭാഗമായി നേരത്തെ മക്ക ഭരിച്ചു വന്നിരുന്നത് പ്രവാചക കുടുംബത്തിന്റെ അങ്ങേ തല ചെന്നുമുട്ടുന്ന ജുർഹും ഗോത്രക്കാരാണ്. മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. അവരാണ് യഥാർത്ഥ അറബ് ഗോത്രം. അവരിൽപ്പെട്ടവരാണ് ഖുറൈശികൾ. ആ ഖുറൈശികളായിരുന്നു മക്ക ഭരിച്ചിരുന്നത്. ആ ഖുറൈശികളിൽ നിന്ന് ഖുസാഅത്ത് എന്ന യമനിൽ നിന്ന് കുടികയറിയ ഒരു ഗോത്രം മക്കയുടെ ഭരണം പിടിച്ചെടുത്തിരുന്നു. അങ്ങനെ അന്നത്തെ ഖുറൈശി ഭരണാധികാരികൾ മക്ക വിട്ടുപോകുമ്പോൾ കഅബാലയത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടിരുന്ന വിലപിടിപ്പുള്ള സ്വർണവും വെള്ളിയുമെല്ലാം സംസം കിണറിൽ നിക്ഷേപിച്ച് മണ്ണിട്ട് മൂടിക്കളഞ്ഞിരുന്നു. ഖുസാഅത്ത് ഗോത്രക്കാർ വന്നപ്പോൾ സംസം കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ വർഷങ്ങളോളം സംസം അറിയപ്പെടാതെ നിന്നു. അങ്ങനെ പിന്നീട് റസൂലുള്ളാഹിന്റെ വല്യുപ്പമാരിൽപ്പെട്ട ഖുസൈ എന്ന മഹാനാണ് ഖുസാഅത്ത് ഗോത്രക്കാരെ പരാജയപ്പെടുത്തി മക്കയുടെ അധികാരം വീണ്ടും ഖുറൈശികളിലേക്ക് തിരിച്ചുപിടിച്ചത്. അബ്ദുൽ മുത്തലിബ് എന്ന മഹാൻ മക്കയുടെ ഭരണ നേതൃത്വം കൊടുക്കുന്ന കാലത്ത് തിരുനബി തങ്ങളുടെ തിരുപ്പിറവിയുടെ മുന്നോടിയായി സംസമിന്റെ വീണ്ടെടുപ്പിനുള്ള സാഹചര്യം ഇരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സ്വപ്നം കാണുന്നു. 4 ദിവസം സ്വപ്നം കണ്ടു. സംസം കുഴിക്കണം. എന്താണ് സംസം, എന്താണ് കുഴിക്കേണ്ടത്, ഇതിനെപ്പറ്റി അന്ന് ചരിത്രം തേഞ്ഞുമാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിന് ഒരു വിവരവുമില്ല. 4-ാം ദിവസത്തെ സ്വപ്നത്തിൽ കൃത്യമായി പറഞ്ഞു കൊടുത്തു, ഇതാ നിങ്ങൾ കഅബത്തിന്റെ കിഴക്കുഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ ചിറകിൽ വെള്ള നിറമുള്ള ഒരു കാക്ക കൊത്തിക്കൊണ്ടിരിക്കും. അവിടെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരു ഉറുമ്പിൻ ഗോത്രം അവിടെ താമസിക്കുന്നത് കാണാം. ആ സ്ഥലത്താണ് നിങ്ങൾ കുഴിക്കേണ്ടത്. അവിടെയാണ് സംസം കിണറുള്ളത്. അങ്ങനെ മഹാനവറുകൾ ഏക മകനായ ഹാരിസിനെയും കൂട്ടി കഅബയുടെ മുറ്റത്ത് വന്നു. സ്ഥലം കണ്ടു. പക്ഷേ ആ അടയാളമുള്ള സ്ഥലം നിൽക്കുന്നിടത്ത് ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ ഒരു പ്രതിമയുണ്ട്. മനാത്ത എന്നാണ് അതിന്റെ പേര്. അവിടെയാണ് കുഴിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും നാട്ടുകാർ ഒന്നിച്ച് എതിർത്തു. നിങ്ങളെന്തോ പേക്കിനാവ് കണ്ട് വന്ന് ഈ പ്രതിഷ്ഠ നിൽക്കുന്ന സ്ഥലത്ത് കുഴിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ മക്കയുടെ നേതൃത്വമാണ്, ധീരനാണ്. അദ്ദേഹം സ്വന്തം മകനെയും കൂട്ടി കിണർ കുഴിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ഒറ്റപ്പെട്ട മനോവ്യഥയിൽ അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, നീ എങ്ങാനും എനിക്ക് ഈ ഹാരിസിനെ പോലെ 10 ആൺകുട്ടികളെ തരികയും അവരൊക്കെ ആരോഗ്യമുള്ളവരായി യുവാക്കളായി ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ എന്നെ പ്രതിരോധിക്കാൻ എന്നോടൊപ്പം നിൽക്കുകയും ചെയ്താൽ അവരിൽ ഒരു കുട്ടിയെ നിനക്ക് വേണ്ടി കഅബത്തിന്റെ മുറ്റത്ത് വെച്ച് ഞാൻ ബലി നൽകും എന്ന് നേർച്ച നേർച്ചു. ആ നേർച്ചയും കൂടി ഇങ്ങോട്ട് കേട്ടപ്പം നാട്ടുകാർക്ക് ബോധ്യായി, ഇദ്ദേഹം എന്തായാലും പിന്മാറൂല, ഇനി നമ്മൾ നിന്നിട്ട് കാര്യമല്ല. അങ്ങനെ അവർ രണ്ടാളും ഒറ്റക്ക് കുഴിച്ചു. ഇവരൊക്കെ കളിയാക്കിനൊന്ന് കാണല്ലേ, ഈ പാറപ്പുറത്ത് വെള്ളം കിട്ടണമെന്ന് കാണണല്ലോ. കുറച്ചങ്ങോട്ട് പോയപ്പോഴേക്ക് അതാ വരുന്നു സ്വർണത്തിന്റെ തല, കാല്, വാലിങ്ങനെ പലതും പണ്ട് ഇവിടേക്ക് നിക്ഷേപിച്ച സാധനങ്ങളാണ്. ഇതൊക്കെ കണ്ടപ്പോ കുറേശ്ശികളൊക്കെ അടുത്തുകൂടി, ഇത് പിന്നെ ഒരു വീതം ഞങ്ങൾക്കും വേണം. അപ്പൊ മഹാൻ പറഞ്ഞു, അങ്ങനെ തരൂല, നമുക്ക് നറുക്കിടാം. 2 നറുക്കാണ്. അത് കിട്ടിയാൽ ഖുറൈശി കിട്ടിയാ ഖുറൈശി, കഅബത്തിനാണ് കഅബത്തിന്, അബ്ദുൽ മുത്തലിബിനാണ് അബ്ദുൽ മുത്തലിബ്. 3 ആൾക്കും കൂടി 2 നറുക്കേടുള്ളൂ. അങ്ങനെ 2 നറുക്കെടുക്കും, 3 നറുക്കെടുത്തു. അങ്ങനെ 2 നറുക്കെടുത്ത് നോക്കുമ്പോ 2ഉം കിട്ടിയത് ആർക്കാ? ഒന്ന് കഅബത്തിനും കിട്ടി, ഒന്ന് അബ്ദുൽ മുത്തലിബ്. ഖുറൈശിക്ക് കിട്ടിയില്ല. അതും കഴിഞ്ഞ് അല്പവും കൂടെ താഴോട്ട് കുഴിച്ചപ്പോഴതാ സംസം നീരുറവ കാണുന്നു. 5000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപാദത്തിന് കീഴിൽ നിന്ന് നിർഗളിച്ച ആ ജലം മഹാ അത്ഭുതമായി അവിടെ അവശേഷിക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കഅബത്തിന്റെ മുറ്റത്തുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സംസം, അതിൽപ്പെട്ട വേറെ ഒന്നാണ് മഖാമു ഇബ്രാഹീം. സമുദ്രനിരപ്പിൽ നിന്ന് 1000-ലേറെ അടി ഉയരമുള്ള ഒരു കുന്നിൻ പ്രദേശത്തുള്ള കിണറാണ്.
100 HP ശക്തിയുള്ള മോട്ടോറുകൾ ഉപയോഗിച്ച് എത്രയാണ് ദിവസവും അതിൽ നിന്ന് പമ്പ് ചെയ്യുന്നത്. അവിടെ സംഗമിക്കുന്ന ജലലക്ഷങ്ങൾ കുടിക്കുന്നു. അവരതാ അതേ വെള്ളം നാട്ടിലേക്ക് ക്യാനുകളിലാക്കി കൊണ്ടുപോകുന്നു. 1 ഇഞ്ച് പോലും താഴാതെ അതേ വിധാനത്തിൽ തന്നെ അതവിടെ നിലനിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്ത് കാണാൻ ഭൂമിയിലെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളിലൊന്നായി ഇന്നും സംസം കിണർ നിലനിൽക്കുന്നു. അത് വീണ്ടെടുത്തത് അബ്ദുൽ മുത്തലിബ് തങ്ങളാണ്. അങ്ങനെ അദ്ദേഹത്തിന് കുട്ടികൾ ജനിക്കാൻ തുടങ്ങി. 10 അതിലൊന്ന് അബ്ദുള്ള ജനിച്ചു. അബ്ദുള്ള സാധാരണ ഒരു കുട്ടിയെ പോലെ ആയിരുന്നില്ല. ആ കുട്ടിയുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം, ആ കുട്ടിയുടെ സ്വഭാവം വല്ലാത്ത സ്വഭാവം. നാട്ടിൽ നടക്കുന്ന ഒരു തോന്നിവാസത്തിലും പങ്കാളിയാകുന്നില്ല. പിതാവിനെ പിന്തുണച്ചുകൊണ്ട് എല്ലാ നന്മയോടും സഹകരിക്കുന്നു. നുബൂവത്തിന്റെ പ്രകാശം, മുത്തുനബിയുടെ ഒളിവ് ആ നേതൃത്വത്തിൽ എത്തിച്ചേർന്നതിന്റെ അടയാളമായിരുന്നു അത്. ഇതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബിന് ഈ കുഞ്ഞിനോട് വല്ലാത്ത സ്നേഹമാണ്. എപ്പോഴും അബ്ദുള്ളയെ കൂടെ കൊണ്ടു നടക്കും. അങ്ങനെ അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർക്ക് പ്രായപൂർത്തിയെത്തിയപ്പം മക്കളൊക്കെ വിളിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, മക്കളെ, പണ്ട് ഈ സംസം കുഴിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ അള്ളാഹുവിനോട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിൽ ഒരാളെ ഇവിടെ ബലിയറുക്കുമെന്നാണ്. അത് നറുക്കുണ്ടാക്കി എല്ലാവരും കിട്ടുന്നത് അവരെയാണ് അറുക്കുക. നിങ്ങൾ അതിന് വിധേയപ്പെടണം. മക്കൾ സന്നദ്ധരായി. അങ്ങനെ അതാ 10 മക്കളെ പേരിൽ നറുക്കുണ്ടാക്കി. അബ്ദുൽ മുത്തലിബിന്റെ മനസ്സ് ആശിക്കുന്നുണ്ട് അതെന്റെ അബ്ദുള്ളക്ക് കിട്ടാതിരിക്കട്ടെ, കാരണം ആ കുട്ടിയോട് അത്രയും സ്നേഹമാണ്. പക്ഷേ നറുക്കിട്ടപ്പോൾ വീഴുന്നത് അബ്ദുള്ളക്കാണ്. ദൃഢനിശ്ചയമാണ്. മനസ്സ് പതറുന്നുണ്ടെങ്കിലും തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതെ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് തന്റെ പ്രിയപ്പെട്ട മകനെ അറുക്കാനൊരുങ്ങുന്നു. ഖുറൈശികൾ ഒന്നടങ്കം ഒന്ന് തടയാൻ ശ്രമിച്ചു. അബ്ദുൽ മുത്തലിബ് വഴങ്ങിയില്ല. അവസാനം കൈകാലുകൾ ബന്ധിച്ച് കുഞ്ഞിനെ അറുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് സഹോദരനായ അബ്ബാസ് വന്ന് അബ്ദുള്ളയുടെ കാല് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ പിതാവിന്റെ നടയിൽ നിന്ന് വലിച്ചൂരി രക്ഷപ്പെടുത്തി. ആ അടയാളം മുഖത്ത് മരിക്കുന്ന സമയത്ത് വരെ മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാര് പറയുന്നു. അവസാനം ഖുറൈശികൾ അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിലെ ഭരണാധികാരിയാണ്, നിങ്ങൾ ഇവിടെ വെച്ചൊരു കുട്ടിയെ ബലിയർത്താൽ അതൊരു ചര്യയായി പിന്തുടർന്ന് ഒരുപാട് മനുഷ്യക്കുരുതി ഈ വിശുദ്ധ ഗേഹത്തിന്റെ സമീപത്ത് മേലിലും നടക്കും. അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങകലെ ഒരു പുരോഹിതനുണ്ട്, അയാളെ സമീപിച്ച് അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ച് ചെയ്യാം. അവസാനം വഴങ്ങി അവിടെ ചെന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളിൽ നിന്നൊരാളെ അറിയാതെ കൊല്ലപ്പെട്ടു പോയാൽ അതിന്റെ പ്രായശ്ചിത്തമായി എന്താ നിങ്ങൾ കൊടുക്കാറുള്ളത്? അപ്പൊ ഖുറൈശികൾ പറഞ്ഞു, ഞങ്ങൾ 10 ഒട്ടകാണ് അതിന് പരിഹാരം കൊടുക്കുക. അപ്പൊ ഈ പുരോഹിതൻ പറഞ്ഞു, അങ്ങനെ ചെയ്യാം. അതിനെന്തു വേണം? അങ്ങനെ ഒറ്റയടിക്ക് തീരുമാനിച്ചുകൂടാ. ഒരു ഭാഗത്ത് 10 ഒട്ടകം, മറുഭാഗത്ത് അബ്ദുള്ള, രണ്ടാളെയും പേരിൽ നറുക്കിടുക. അബ്ദുള്ളക്ക് തന്നെയാണ് ഇനിയും നറുക്ക് വീഴുന്നതെങ്കിൽ ഒട്ടക 20 ആക്കണം. വീണ്ടും നറുക്കിട്ടിട്ട് അബ്ദുള്ളക്ക് കിട്ടുകയാണെങ്കിൽ 30 ആക്കണം. എപ്പോഴാണ് അബ്ദുള്ള കിട്ടുന്നത് അതിനനുസരിച്ച് ഒട്ടകം കൂട്ടി കൂട്ടി പോകണം. ചിലപ്പോ 1000 വരെ പോവാണെങ്കിൽ 1000 ഒട്ടകമായി അതിനെ ബലിയർക്കണം, പകരമായി അബ്ദുള്ളനെ രക്ഷപ്പെടുത്താൻ. അങ്ങനെ ആദ്യത്തെ 10 വെച്ച് നറുക്കിട്ടപ്പോൾ അബ്ദുള്ളക്ക് തന്നെയാണ്. 20 വെച്ചപ്പോഴും അബ്ദുള്ളക്കാണ്. 30ഉം 40ഉം 50ഉം 90ഉം അബ്ദുള്ളക്കാണ്. എല്ലാവരുടെയും നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയാണ്. അവസാനം ഒരു ഭാഗത്ത് 100 ഒട്ടകവും മറുഭാഗത്ത് അബ്ദുള്ളയെയും വെച്ച് 2 നറുക്കിട്ടപ്പോൾ ഒട്ടകത്തിന് നറുക്കു വീഴുന്നു. എല്ലാവർക്കും ആശ്വാസമായി. അങ്ങനെ 100 ഒട്ടകത്തെ ബലി കൊടുത്താണ് മുത്തുനബിയുടെ പിതാവായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ജീവൻ അന്ന് രക്ഷിച്ചത്. അതുകൊണ്ടാണ് തിരുനബിക്ക് ഒരു പേരുണ്ട്, ഇബ്നു ദബീഹൈൻ. അറുക്കപ്പെട്ട 2 മഹാന്മാരെ പുത്രനാണ്. ഒന്ന് റസൂലുള്ളാഹിന്റെ വല്യുപ്പ സയ്യിദുനാ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, അറക്കത്തോടത്തുനിന്ന് രക്ഷപ്പെട്ട ആളാണ്. രണ്ടാമത് നേരെ വാപ്പിയാണ്. ആ അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയായ ആമിന റളിയല്ലാഹു അൻഹയെ തന്റെ 18ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്യാൻ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ അടിസ്ഥാനത്തിൽ 25 വയസ്സുവരെ ആ ദാമ്പത്യം നിലനിന്നിട്ടുണ്ട്. എന്നാൽ
ഭാര്യ ഗർഭിണിയാകുന്നത് തന്റെ അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ ഭാര്യ ഗർഭിണിയായപ്പോൾ പിതാവ് കച്ചവടത്തിന് പോകുകയാണ് സിറിയയിലേക്ക്. നല്ല ലാഭം ലഭിച്ചു. അതുമായി തിരിച്ചു പോരുന്ന സമയത്ത് മദീനയിലെത്തിയപ്പോഴാ രോഗം ബാധിക്കുകയാണ്. രോഗം ബാധിച്ചപ്പോൾ മദീനയിൽ ബന്ധുക്കളുണ്ടല്ലോ. അതാരാണ്? റസൂലുള്ളാഹി തങ്ങളുടെ പിതാവായ അബ്ദുള്ള തങ്ങളുടെ ഉപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ അമ്മാവന്മാര് മുഴുവനും അവിടെയാണ്. അവരെ ഉമ്മന്റെ നാടാണല്ലോ അവിടെ. ആ ബനു നജ്ജാർ ഗോത്രം ഇവരെ കുടുംബമാണ്. അവരെ വീട്ടിൽ മഹാനവറുകൾ വിശ്രമിച്ചു. മക്കയിൽ നിന്ന് അവിടേക്ക് ആളുകൾ എത്തുന്നതിന് മുമ്പ് അബ്ദുള്ള തങ്ങളതാ അവിടെ വെച്ച് വഫാത്താകുകയാണ്. ഇതൊരു യാദൃശ്ചികമായി നമുക്ക് കാണാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്ത്യവിശ്രമ കേന്ദ്രമായ അതേ പ്രദേശത്ത് മുത്തുനബി തങ്ങളുടെ പിതാവിനെ നേരത്തെ തന്നെ അല്ലാഹു സ്വീകരിച്ച് കിടത്തിയിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ജീവചരിത്രം പരിശോധിച്ചാൽ മുഴുവൻ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെതാ ആമിന ബീവി ഗർഭിണിയാണെന്ന് 10 മാസം പൂർത്തിയാകുന്ന ഘട്ടം വരെ ഒരു വേദനയില്ല, വിഷമമില്ല. ഓരോ ആഴ്ചയിലും മാസത്തിലും പ്രത്യേകമായ സ്വപ്നങ്ങളാണ്. മഹാന്മാരായ പൂർവിക പ്രവാചകന്മാര്, മാലാകമാര്, സ്വർഗീയ ഹൂറുൽ ഐങ്ങൾ ഇവരൊക്കെ സ്വപ്നത്തിലൂടെ വന്ന് സന്തോഷ വാർത്ത, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള അത്ഭുത വാർത്തകൾ ഇങ്ങനെ നൽകുന്നതുകൊണ്ട് ആമിന ബീവിക്ക് ഭർത്താവിന്റെ അഭാവം ഒരു ഭാരമായി, ഒരു ദുഃഖമായി അവശേഷിക്കാതെ എല്ലാ നിലക്കുമുള്ള സന്തോഷം ലഭിക്കുകയാണ്. അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവി ഉണ്ടാകുന്ന ആ ദിവസം തന്നെ അവിടുന്ന് ലോകത്തെ പഠിപ്പിക്കാൻ പോകുന്ന പ്രത്യേകമായ സന്ദേശത്തിന്റെ മുഴുവൻ ലക്ഷണങ്ങളും പ്രകടമാകുകയാണ്. അതിൽപ്പെട്ടതാണല്ലോ മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചത് കാണാം. വബാത ഇവാനു കിസ്റാ വഹുവ മുൻസദിഉൻ കശംലി അസ്ഹാബി കിസ്റാ ഗൈറ മുൽതഇമി. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമുണ്ടായ രാത്രി അതാ കിസ്റാ രാജാവിന്റെ കോട്ട കുലുങ്ങുകയാണ്. മാത്രമല്ല ഇറാൻ കേന്ദ്രീകരിച്ച് അന്ന് ഭരണം നടത്തിയിരുന്ന ജനത അഗ്നിയെ ദൈവമായി വിശ്വസിക്കുന്നവരാണ്. 2000 കൊല്ലമായി പേർഷ്യയിൽ തലമുറകളായി കെട്ടുപോകാൻ സമ്മതിക്കാതെ കാവലിരുന്ന് സംരക്ഷിച്ചു പോന്ന അഗ്നികുണ്ഡം തിരുപ്പിറവി ഉണ്ടായ ആ നിമിഷം കെട്ടൊടുങ്ങിപ്പോവുകയാണ്. പ്രകൃതി വസ്തുക്കൾക്ക് ദിവ്യത്വം ചാർത്തി ആരാധിക്കുന്നതിനു പകരം പ്രപഞ്ചനാഥനായ സ്രഷ്ടാവായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ് മുത്തുനബി വരുന്നത് എന്ന് ഈ അത്ഭുത സംഭവത്തിലൂടെ അല്ലാഹ് ലോകത്തിന് സന്ദേശം നൽകുകയാണ്. നദീതട സംസ്കാരങ്ങൾ നമുക്കറിയാം. ഇന്ത്യ രാജ്യത്ത് പോലും അങ്ങനെയുള്ള സംസ്കാരങ്ങളുണ്ട്. നദീതടങ്ങളെ കേന്ദ്രീകരിച്ച് ജീവിച്ച ജനത അതിൽ നിന്ന് വെള്ളം കുടിച്ച് കൃഷി ചെയ്ത് മത്സ്യം പിടിച്ച് ജീവിച്ചപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു നമ്മുടെ ദൈവം ഈ നദി തന്നെയാണ്. അങ്ങനെ നദിക്ക് ദിവ്യത്വം ചാർത്തി ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായി. സാവ എന്ന പ്രദേശത്തുകാർ ഇങ്ങനെ ഒരു തടാകത്തെ ആരാധിച്ചു വരുന്നവരാണ്. ആ തടാകം മുത്തുനബിയുടെ ജന്മദിനമതാ വറ്റി വരണ്ടുപോകുന്നു. ഇങ്ങനെ മനുഷ്യൻ പ്രകൃതി വസ്തുക്കൾക്ക് ദിവ്യത്വം ചാർത്തി അതിനെ ആരാധിക്കുന്ന ആ സന്ദേശം, ആ ആചാരം അത് ബുദ്ധിപരമല്ല. യഥാർത്ഥത്തിൽ ആരാധന നടത്തേണ്ടത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ്. അവൻ പ്രപഞ്ചാതീതനാണ്. ഇവിടെ ജനിച്ച ആളല്ല, ഇവിടെ ആരെയും ജനിപ്പിച്ച ഒരു പിതാവല്ല, ഈ പ്രകൃതിയുടെ ഭാഗമായ എന്തെങ്കിലും വസ്തുക്കളല്ല. ഈ ഏകദൈവ സന്ദേശമാണ് തിരുനബി ഇവിടെ നടത്താൻ പോകുന്നത് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന സന്ദേശങ്ങളുടെ അടയാളങ്ങൾ തിരുപ്പിറവിയുടെ രാത്രി സംഭവിക്കുകയാണ്. മാത്രമല്ല, സാധാരണ ഒരു കുട്ടി ജനിച്ച രീതിയിലല്ല അവിടുത്തെ ശരീരം. അതേ നല്ല കസ്തൂരിയിൽ മുക്കിയ സുഗന്ധമാണ് ആ ജനന സമയത്ത് സംഭവിക്കുന്നത്. പൊക്കിൾ കൊടി ഇല്ലാത്ത വിധത്തിലും അതുപോലെ ചേലാകർമ്മം ചെയ്യപ്പെട്ട തരത്തിലുമാണ് തിരുപ്പിറവി നടക്കുന്നത്. 2 മുട്ടുംകാല് നിലത്ത് ഊന്നിയിട്ട് കയ്യും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി സ്രഷ്ടാവിനോട് സാഷ്ടാംഗം നമിക്കുന്ന വിധം അള്ളാന്റെ ഹബീബ് ഭൂമിയിലേക്ക് പിറന്നു വീഴുകയാണ്. അങ്ങനെ അത്ഭുതകരമായ ആ ജനനത്തിൽ സന്തോഷിച്ച്
വല്യുപ്പയായ അബ്ദുൽ മുത്തലിബ് ഈ കുഞ്ഞിനെയുമായി ആദ്യം തന്നെ പരിശുദ്ധ കഅബാലയത്തിലേക്ക് ഓടിച്ചെന്നു. അവിടെ ചെന്ന് സർവ്വലോക സംരക്ഷകനായ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഉലാമ ത്വയ്യിബൽ അർദാനി. ഈ വിശുദ്ധനായ കുഞ്ഞിനെ എനിക്ക് തന്ന സ്രഷ്ടാവിന് സർവസ്തോത്രവും എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ നമിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുവരുന്നു. അങ്ങനെ കുട്ടി പിറന്ന വിവരം സുവൈബത്തുൽ അസ്ലമിയ എന്നു പേരുള്ള ഒരടിമയായ പെൺകുട്ടിയുണ്ട് നബി തങ്ങളുടെ കുടുംബത്തിലെന്ന്. ആ പെൺകുട്ടിയുടെ യജമാനൻ റസൂലുള്ളാഹിന്റെ പിൽക്കാലത്തെ കഠിന എതിരാളിയായിരുന്ന അബൂലഹബ് എന്ന ആളാണ്. ആ അബൂലഹബിനോട് തന്റെ അടിമ പെൺകുട്ടി ഓടിച്ചെന്ന് പറഞ്ഞു, നിങ്ങളെ മരണപ്പെട്ടുപോയ അബ്ദുള്ളയുടെ ഭാര്യ ആമിന നല്ല ഒരാൺകുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു. ആ കുട്ടിയുടെ ശരീരം പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുകയാണ് എന്ന സന്തോഷ വാർത്ത അറിയിച്ചപ്പം അബൂലഹബ് ആവേശത്തോടെ പറഞ്ഞു, എങ്കിൽ നീ സ്വതന്ത്രയാണ്. ആ പെൺകുട്ടിയെ അയാൾ സ്വതന്ത്രയാക്കി. അതുകൊണ്ട് തന്നെ ഇത് പുതിയൊരു സന്ദേശമാണ്. ഈ വരാൻ പോകുന്ന നേതാവ് സാധാരണക്കാരനല്ല, അടിമത്വത്തിൽ നിന്ന് ജനങ്ങളെ വിമോചിപ്പിക്കുന്ന പ്രത്യേക നായകനാണ് പിറന്നിരിക്കുന്നത്. ആ ജനന സമയത്തുണ്ടായ ഓരോ സംഭവങ്ങളും അങ്ങനെയാണ്. മുത്തുനബിയെ ജനിപ്പിക്കാനുള്ള തെരഞ്ഞെടുത്ത മാസം റബീഉൽ അവ്വലാണ്. ഒന്നാം വസന്തം എന്നാണ് ഈ മാസത്തിന്റെ അർത്ഥം. റസൂലുള്ള ജനിച്ച സമയം നോക്കൂ നിങ്ങൾ, സുബഹിയോടടുത്ത സമയമാണ്. അത് ഇരുട്ടിൽ നിന്ന് ജനങ്ങൾ പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് കടക്കുന്ന സമയമാണ്. അങ്ങനെ ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് വരുന്നത്. നബിതങ്ങളുമായി ബന്ധപ്പെട്ട ഏത് കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ആസൂത്രിതമായ നീക്കങ്ങൾ നമ്മൾ അവിടെ കാണുകയാണ്. അങ്ങനെ ജനിച്ച് ഏതാനും ദിവസം ഹലീമ മഹദിയായ ആമിന ബീവി റളിയല്ലാഹുവിന്റെ ഉമ്മയാണ്. അവരമ്മിഞ്ഞപ്പാല് നൽകി. അറബികളുടെ പതിവനുസരിച്ച് കുട്ടികൾക്ക് നല്ല ഭാഷ പഠിക്കാൻ, ആരോഗ്യമുണ്ടാവാൻ, ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരാൻ ഗ്രാമീണരായ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ അന്ന് ദാരിദ്ര്യമുള്ള ഒരു കാലമാണ്. ത്വായിഫിന്റെയും അപ്പുറത്തുള്ള പ്രദേശത്ത് നിന്ന് ഹലീമത്തു സഅദിയ എന്ന് പറയുന്ന ഒരു സഹോദരി മറ്റ് 10 പെണ്ണുങ്ങളൂടെ തന്റെ ഭർത്താവിനോടൊന്നിച്ച് മക്കയിലെ ധനാഢ്യരായ കുടുംബത്തിൽ നിന്ന് കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി വന്നു. അവരെ ഒട്ടകം പ്രായം ചെന്ന ഒട്ടകമായതുകൊണ്ട് വളരെ സാവകാശം അത് ഓടിയത്. മറ്റുള്ളവരൊക്കെ വേഗം എത്തി നല്ല കുട്ടികളെയൊക്കെ ആയിട്ട് അവര് പോയി. ഹലീമ വന്നപ്പോഴേക്ക് പണക്കാര കുട്ടികളൊക്കെ പലരും കൊണ്ടുപോയി. ഇനി ആകുള്ളതൊരു അനാഥ ബാലന, വാപ്പല്ല. അതുകൊണ്ട് ഏറ്റെടുക്കാൻ എല്ലാവരും മടിച്ചതാ. കാരണം ഒന്നും കിട്ടൂലെന്നാ കരുതി. വാപ്പല്ലാത്ത കുട്ടിയല്ലേ, ഇതെന്തേലും കിട്ടാൻ വേണ്ടിയാണല്ലോ ഇവർ ഏറ്റെടുക്കുന്നത്. അവസാനം ഹലീമയുടെ ഭർത്താവ് പറഞ്ഞു, അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്തേക്കും, ഇത് നമ്മൾ ഏറ്റെടുക്കാം. അങ്ങനെ കൊണ്ടുപോയി. ആ കുടുംബത്തിന് വലിയ ഐശ്വര്യമാണ്. റസൂലുള്ളാഹിന്റെ കുട്ടിക്കാലത്ത് ചരിത്രകാരന്മാരെല്ലാം രേഖപ്പെടുത്തുകയും പിന്നീട് മുസ്ലിമത്താകാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത മഹദിയായ ഹലീമ റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് കൂട്ടത്തിൽപ്പെട്ട മഹദിയായി മാറിയിട്ടുള്ളവര് അവര് തന്നെ പറഞ്ഞ ചരിത്രമാണ്. ഞാൻ ഈ ഒട്ടകത്തെയുമായി തിരിച്ചു പോകുമ്പോൾ ഇങ്ങോട്ട് നടക്കാൻ പ്രയാസപ്പെട്ട ഒട്ടകം അങ്ങോട്ട് ഓടിയിട്ട് കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികരെ മറികടന്നപ്പം അവര് ചോദിച്ചുപോയി, ഈ ഹലീമയുടെ ഒട്ടകത്തിന് എന്ത് ഇന്ധനമാണ് കിട്ടിയത്, എന്താണ് ഇങ്ങനെ ഓടാൻ കാരണം? വീട്ടിലെത്തി നോക്കുമ്പോഴല്ലേ വരൾച്ചയുള്ള കാലത്ത് എന്റെ പറമ്പിലെ മാത്രം ഈന്തപ്പന ഉലച്ച് പഴുത്ത് പാകമായി നിൽക്കുന്നു. കറവു പറ്റിയ ആടുകളുടെ പോലും അകിട് പാല് കൊണ്ട് നിറയുന്നു. മുത്തുനബിയുടെ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന വിശേഷണം അക്ഷരാർത്ഥത്തിലാണ്. എല്ലാ തരത്തിലും റസൂലുള്ള റഹ്മത്താണ്. അവിടത്തെ മുലയൂട്ടാൻ സ്വീകരിച്ചതിന്റെ പേരിൽ ആ കുടുംബത്തിന് കിട്ടിയ ബറക്കത്ത് കുറച്ചൊന്നുമല്ല. പിന്നീടതാ നബിസുല്ലാസങ്ങൾ അവിടെ വളർന്നു. 2 വയസ്സ് പൂർത്തിയായി. ഇടക്ക് ആമിന ബീവിയും വല്യപ്പ അബ്ദുൽ മുത്തലിബും അവിടെ പോയി കണ്ടു തിരിച്ചു പോരും. 2 വയസ്സ് പൂർണ്ണമായപ്പം മുലകുടി നിർത്തി. ആ കുഞ്ഞിനെ ഉമ്മക്ക് തിരിച്ചു കൊടുക്കാൻ മനസ്സില്ല. കാരണം ഇത്രയും അനുഗ്രഹം ലഭിച്ച ഈ നല്ല കുഞ്ഞിനെ എങ്ങനെ തിരിച്ചു കൊടുക്കും? പക്ഷെ ആരാന്റെ കുട്ടിയല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഹലീമ റളിയല്ലാഹു അൻഹ ഭർത്താവിനോടൊന്നിച്ച് മക്കയിലേക്ക് വന്നു കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കാൻ. എന്നാൽ അന്ന് മക്കയിൽ പ്ലേഗ് രോഗം വ്യാപകമായി ബാധിച്ചതുകൊണ്ട്
ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി ഹലീമ ബീവി പറഞ്ഞു, ഈ സമയത്ത് ഈ കുട്ടീനെ ഇവിടെ താമസിപ്പിച്ചാൽ കുട്ടിക്ക് അപകടം ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോകാം. അപ്പൊ ആമീന ബീവി കുടുംബമായിട്ട് ആലോചിച്ചപ്പോ അവർക്ക് പറഞ്ഞു, അത് നല്ല അഭിപ്രായം, ഏതായാലും കുറച്ചും കൂടി അവർ പോറ്റട്ടെ, രോഗമൊക്കെ അങ്ങ് മാറട്ടെ. ആ നൃത്തം 2 കൊല്ലവും കൂടി ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായി. 4 വയസ്സ് പൂർത്തിയായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തന്നെ തർബിയത്ത് നടത്തുകയാണ്. അതിന്റെ ഭാഗമായി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്തുൽ ബാരിയിൽ രേഖപ്പെടുത്തിയത് കാണാം. 3 തവണ മുത്തുനബിക്ക് പ്രത്യേക തരത്തിലുള്ള ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അത് മാലാകമാരാണ് നടത്തിയിട്ടുള്ളത്. അതിൽ 1ാമത്തെ ഓപ്പറേഷൻ നടക്കുന്നത് ഹലീമ ബീവിയുടെ വീട്ടിൽ 4ാം വയസ്സിൽ ആണ്. തന്റെ കൂട്ടുകാരൻ ലംറത്ത് എന്ന അബ്ദുള്ളയോടൊപ്പം വീടിന്റെ പരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാലാകമാർ പിടിച്ച് ഈ ഓപ്പറേഷൻ നടത്തിയത്. വേറെ ഒന്ന്, എല്ലാ അമ്പിയാക്കൾക്കും നടത്താറുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ട്. അത് നുബുവത്ത് സ്വീകരിക്കുന്ന സമയമാകുമ്പോഴാണ്. മുത്തുനബിയുടെ 40ാമത്തെ വയസ്സിലാണ് ഈ നെഞ്ചോപ്പറേഷൻ നടന്നത്. 3ാമത്തേത് വാനലോകത്തേക്ക് തിരുനബി തങ്ങളെ കൊണ്ടുപോയ ദിവസം, മിഅ്റാജിന്റെ യാത്രയുടെ മുന്നോടിയായി അള്ളാന്റെ ഹബീബിനെ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് സംസം കിണറിന്റെ സമീപത്ത് വെച്ച് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഇതിന് 3നും 3 ലക്ഷ്യമുണ്ട്. മഹാനഗർ വിവരിച്ചത് കാണാം, ഞാനത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഈ അത്ഭുതകരമായ സംഭവം കണ്ടപ്പം ഹലീമ ബീവിയും ഭർത്താവും തീരുമാനിച്ചു, ഇനിയും ഈ കുട്ടീനെ ഇവിടെ വെച്ചാൽ പറ്റൂല, ഇതൊരു സാധാരണ കുട്ടിയെ നമ്മൾ ഇതിനെ കൊണ്ടുപോകണം. അങ്ങനെ അതാ മുത്തുനബിയെയുമായി അവര് മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് മക്കയുടെ അതിർത്തിയിലേക്ക് പ്രവേശിച്ച സമയത്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഒരു അശരീരിയെ കേൾക്കുകയാണ്. ഹനീ അല്ലക യാ ബത്ഹാ മക്ക, ഓ മക്ക പട്ടണമേ നിനക്ക് സ്വാഗതം. ഇതാ അല്യോമ യരിദു ഇലൈകി നൂർ, ഇന്നത്തെ ദിവസം നിന്നിലേക്ക് കടന്നു വരുന്നത് പ്രകാശമാണ്. വദ്ദീനു വൽ ബഹാഉ വൽ ജമാൽ, സൗന്ദര്യമാണ്, അഭിമാനമാണ്, മതമാണ്, എല്ലാം ഇതാ നിന്നിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. നല്ല സന്ദേശം കേൾക്കുന്ന ആളെ കാണുന്നില്ല. ഹലീമ ബീവി ആകെ ഞെട്ടി. ഈ കുഞ്ഞിനെ ഒന്ന് അവിടെ വെച്ച് തന്റെ വസ്ത്രം മാറാൻ വേണ്ടി ഒന്ന് ഉടുക്കാൻ തയ്യാറായി. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയെ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഏത് ഭാഗത്ത് തെരഞ്ഞിട്ടും കുഞ്ഞിനെ കാണുന്നില്ല. ഹലീമ റളിയല്ലാഹു അൻഹ നിലവിളിച്ചു കരയുകയാണ്. എന്റെ ചുമതലയല്ലേ ഈ കുഞ്ഞിനവിടെ ഏൽപ്പിച്ചു കൊടുക്കണം. മക്ക വരെ ഞാൻ കൊണ്ടുവന്നു, ഇവിടെ എത്തിയപ്പം കാണുന്നില്ല. വാർത്ത അറിഞ്ഞ് വല്യുപ്പ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ആളുകൾ ഓടിക്കൂടി. എല്ലാവരും ഒന്നിച്ച് തിരയാൻ തുടങ്ങി. എത്ര തെരഞ്ഞിട്ടും കുഞ്ഞിനെ കാണുന്നില്ല. അവസാനമതാ അബ്ദുൽ മുത്തലിബ് പരിശുദ്ധ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. യാ റബ്ബ് റുദ്ദ വലദി മുഹമ്മദ ഉർദുദുഹു റബ്ബി വത്തഖിദ് ഇൻദി യദാ യാ റബ്ബ് ഇൻ മുഹമ്മദുൽ ലം യൂജദ ഫശമില ഖൗമി കുല്ലുഹും തബദ്ദദാ. ഓ സ്രഷ്ടാവായ റബ്ബേ, എന്റെ കുഞ്ഞ് മുഹമ്മദിനെ നീ എനിക്ക് തിരിച്ചു തരണം. ഇനി ഞാൻ ഒരിക്കലും അവനെ കൈവിട്ടു പോകുകയില്ല, ഞാൻ വാക്ക് തരുന്നു. ഈ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ ജനതയിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വലുതാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യുന്ന സമയത്തതാ പെട്ടെന്ന് പിന്നിൽ നിന്നൊരാളുടെ ആളനക്കം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോ ആരാ? പിൽക്കാലത്ത് മുത്തുനബിയുടെ ഏറ്റവും വലിയ ബദ്ധവൈരിയായിരുന്ന സാക്ഷാൽ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അദ്ദേഹം ഒരൊട്ടകത്തിന്റെ പുറത്താണ്. അദ്ദേഹത്തിന്റെ തൊട്ടു മുന്നിൽ 4 വയസ്സുകാരനായ മുത്തുനബി ഇരിക്കുന്നു. അബൂജഹൽ പറഞ്ഞു, അബ്ദുൽ മുത്തലിബേ, നിങ്ങളെ കുട്ടി വല്ലാത്തൊരു കുട്ടി തന്നെ. അദ്ദേഹം ചോദിച്ചു, എന്തേ? ഒന്നുമില്ല, ഈ കുഞ്ഞതാ ഒരു വഴിയിലൂടെ ഇങ്ങനെ വഴിതെറ്റി സഞ്ചരിക്കുകയാണ്. യാദൃശ്ചികമായാണ് എന്റെ കണ്ണിൽപ്പെട്ടത്. ഞാൻ അവനെ സമീപിച്ചു. അവനോട് ചോദിച്ചു, മോനെ,
എന്താണ് നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? അങ്ങനെ എന്റെ വല്യുപ്പാനെ കാണുന്നില്ലെന്ന് പറഞ്ഞു സങ്കടപ്പെട്ടു. അവസാനം അവനെ ഞാൻ വിളിച്ച് എന്റെ ഒട്ടകത്തിന്റെ പിറകിലിരുത്തിയപ്പോൾ ആ കുഞ്ഞിന് എന്റെ ഒട്ടകത്തിന്റെ പിറകിലിരുത്തിയ സമയത്ത് ഒട്ടകം കുഞ്ഞിനെയുമായി യാത്ര ചെയ്യാൻ തയ്യാറാകുന്നില്ല. എത്ര ഞാൻ പഠിച്ച പണിയെടുത്തിട്ടും ഒട്ടകം അനങ്ങുന്നില്ല. അവസാനം ആ ഒട്ടകം എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, യാ അഹ്മഖു വസ്സയ്യിദ്, ഓ വിഡ്ഢി, ഈ കുട്ടിയാണ് നേതാവ്. നേതാവാകുന്ന കുട്ടിയെ പിന്നിലിരുത്തി നീ മുന്നിലിരിക്കുകയാണോ? ഈ ഒരു ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ മുന്നിലിരുത്തി ഞാൻ പിന്നിലിരുന്നപ്പോൾ അത്ഭുതമല്ലേ കാണുന്നത്? ഈ ഒട്ടകം അതിശീഘ്രമോടി ഇതാ നിങ്ങളെ സമീപത്തേക്ക് നേരിട്ട് വന്നു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഈ സംഭവം സൂചിപ്പിച്ച് ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ചോദിച്ചത് കാണാം, അലം യജിദ്ക യതീമൻ ഫാവാ വവജദക ളാല്ലം ഫഹദാ. ഓ നബിയെ, അവിടുന്ന് വഴി തെറ്റിപ്പോയ സന്ദർഭത്തിൽ വല്യുപ്പയുടെ ചാരത്തേക്ക് അങ്ങേ അള്ളാഹു എത്തിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്തെ ഈ വല്യുപ്പയെ കാണാതെ കൂടെ വന്ന ഹലീമ ബീവിയെ അറിയാതെ വഴിമാറിപ്പോയ സന്ദർഭത്തെ സൂചിപ്പിച്ച് അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ മനുഷ്യനാണ് എന്ന് വിശദീകരിച്ച് പറയുന്ന ബിദ്അത്തുകാര് അവർ ഈ ആയത്തിന് അർത്ഥം പറയാറുള്ളത് വവജദക ളാല്ലൻ, അവിടുന്ന് സന്മാർഗം കിട്ടാതെ വഴിപഴച്ചവനായി അള്ളാഹു കണ്ടപ്പോൾ ഫഹദാ, അള്ളാഹു അവിടത്തേക്ക് ഹിദായത്ത് തന്നു. സുബ്ഹാനല്ലാഹ്. നേരത്തെ കരാറ് വാങ്ങിയ നബി, എല്ലാ അമ്പിയാക്കളും സുവിശേഷം അറിയിച്ച നബി, ഇങ്ങനെയൊക്കെ അള്ളാഹ് ആസൂത്രം ചെയ്തു കൊണ്ടുവന്ന ഒരു പ്രവാചകൻ വഴിതെറ്റിയ പ്രവാചകനാണോ? ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ, മാ ളല്ല സ്വാഹിബുക്കും വമാ ഗവാ, നിങ്ങളെ നേതാവ് ഒരിക്കലും വഴിപഴച്ചിട്ടില്ല, ഒരു കാലത്തും വഴിതെറ്റിട്ടില്ല. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതം മുഴുവനും അത്ഭുതമാണ്. അങ്ങനെ 8-ാം വയസ്സിൽ പ്രിയപ്പെട്ട വല്യുപ്പ വഫാത്താകുകയാണ്. വല്യുപ്പയുടെ ആ സംരക്ഷണത്തിൽ സ്നേഹത്തോടെ വളർന്ന കുട്ടി മരണപ്പെട്ടുപോയ ഉപ്പയുടെയോ 6-ാം വയസ്സിൽ മദീനയിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുപോയ ഉമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹ തന്റെ പിതാവിന്റെ ഖബറെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് പിന്നീട് ചെല്ലാനുള്ള സ്ഥലമാണ്. ഒരു മാസം അവിടെ താമസിച്ച് തിരിച്ച് മദീനയിലേക്ക് വരുമ്പം മദീനയുടെ പരിസരത്തുള്ള അബവാ എന്ന പ്രദേശത്ത് വെച്ച് ഈ ചെറിയ 6 വയസ്സുള്ള കുട്ടിയും ബറക്കത്ത് എന്നു പേരുള്ള ഒരു പെൺകുട്ടിയും മാത്രം കൂടെയുള്ളപ്പോൾ സ്വന്തം ഉമ്മ കൂടി മരണപ്പെടുകയാണ്. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ ഉമ്മയുടെ വേർപാട്, ജനിക്കുന്നതിന് മുമ്പ് വാപ്പയുടെ വേർപാട്. ഇതുകൊണ്ട് എത്ര മനോവ്യഥ, പ്രവാചകൻ എത്ര വിഷമുണ്ടാകും. അതൊന്നും അറിയാത്ത വിധത്തിൽ അവിടത്തെ വല്യുപ്പ സ്നേഹവും സംരക്ഷണവും കൊടുത്തു. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞു, അലം യജിദ്ക യതീമൻ ഫആവാ. എല്ലാ അർത്ഥത്തിലും അവിടുന്ന് അനാഥനായപ്പോൾ അള്ളാഹു അവിടത്തേക്ക് അഭയം തന്നില്ല നബിയെ. ആ വല്യുപ്പ 8-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ മക്കളെയൊക്കെ വിളിച്ചു വസിയത്ത് ചെയ്തു. കൂട്ടത്തിൽ അബൂ ത്വാലിബ്, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, അദ്ദേഹത്തെ വിളിച്ചു പ്രത്യേകം ഈ കുഞ്ഞിന്റെ കാര്യം ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ കുട്ടി സംരക്ഷണത്തിൽ വളർന്ന് 40 വയസ്സുവരെയുള്ള മുത്തുനബിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കറ, ഒരു മോശപ്പെട്ട ഒന്ന് പറയാൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹിന്റെ ഹബീബിനെ അള്ളാഹു അങ്ങനെ വളർത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഒരു തെറ്റ് കാലത്തിന്റെ കൂടെ നടന്നിട്ട്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് അവിടുത്തെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നാട്ടുകാർ, കുടുംബക്കാര് കൊടുത്ത പേരല്ല, നാട്ടുകാരാണ് അവിടത്തേക്ക് പേര് കൊടുത്തത് അൽ അമീൻ, സമ്പൂർണ്ണ വിശ്വസ്തൻ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടിയപ്പോൾ അവിടുന്ന് വെറുതെ പറഞ്ഞതല്ല, ഫലഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഈ ഖുർആൻ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ് 40 കൊല്ലക്കാലം ഞാൻ നിങ്ങളിൽ ജീവിച്ചിട്ടില്ലേ?
ആ കാലയളവിൽ എന്തെങ്കിലും ഒരു കളവ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു തോന്നിവാസം ഞാൻ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ മുത്തുനബിയെ തർബിയത്ത് നടത്തി വളർത്തിക്കൊണ്ടുവന്നത് ആരാണ്? സ്രഷ്ടാവായ അള്ളാഹുവാണ്. നബി ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അതുകൊണ്ടാ അവിടുന്ന് പറഞ്ഞത് അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. എന്റെ രക്ഷിതാവായ അള്ളാഹു എന്നെ അദബ് പഠിപ്പിച്ചു. എന്റെ അദബ് അവൻ നന്നായി തന്നെ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ അള്ളാഹു പോറ്റി വളർത്തി. അതിനാണ് നേരത്തെ തന്നെ വാപ്പനുമ്മനൊക്കെ അള്ളാഹ് പിൻവലിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ ശിഷ്യത്വമാണ്? റസൂലുള്ളാഹിക്കുള്ള അള്ളാന്റെ ശിഷ്യത്വ. അതുകൊണ്ട് സ്വന്തം വാപ്പയും ഉമ്മയും ഒക്കെ അള്ളാഹ് നേരത്തെ പിൻവലിച്ച് അള്ളാഹ് തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് നബി തങ്ങളെ വളർത്തിയത്. വെറുതെ അല്ല അവിടുന്ന് മുസ്തഫായ നബി എന്ന് പറയുന്നത്. എന്താ മുസ്തഫ എന്ന് പറഞ്ഞാൽ? കടഞ്ഞെടുക്കപ്പെട്ടയാള്, തെളിയിച്ചെടുക്കപ്പെട്ട ആള്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കറയുമില്ലാത്ത നിഷ്കളങ്കമായ സ്ഫുടസമാനമായ ജീവിതത്തിന്റെ ഉടമയായ മുത്തുനബിയാണ് ഇന്നാ അർസൽനാക ഷാഹിദാ. നമുക്ക് ഖുർആനിന് സാക്ഷി, സ്വർഗത്തിന് സാക്ഷി, മലക്കുകളുണ്ടെന്നതിന് സാക്ഷി, നരകമുണ്ടെന്നതിന് സാക്ഷി, അള്ളാഹു ഉണ്ടെന്നതിന് സാക്ഷി. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ നമ്മൾ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുകയും ചെയ്താലല്ലാതെ നമുക്ക് ഈമാനില്ല. മുത്തുനബിയുടെ വാക്ക് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരും മുഅ്മിനാവൂല. ഏതുവരെ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സർവ്വലോകത്തെക്കാളും നിങ്ങൾക്ക് എന്നോട് ഹുബ്ബ് വേണം. ആ ഹുബ്ബ് കൽബിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകൂ. ആ ഹുബ്ബിന്റെ ഭാഗമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും മനസ്സിൽ നമ്മൾ താലോലിക്കണം. ആ നബിയോടുള്ള പ്രേമം നമ്മുടെ ചുണ്ടിലൂടെ പ്രകടിപ്പിക്കണം. അത് റസൂലുള്ളാഹിനെ ഹുബ്ബ് വെക്കുന്ന മഹബൂബായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നബി തങ്ങളെ എപ്പോഴും പറയുകയാണ്. അതാണ് ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി. അല്ലാഹ് മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന അള്ളയും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല, അതിനർത്ഥമല്ല. പിന്നെന്താ? ഇമാം ബുഖാരി ഉദ്ധരിച്ചത് കാണാം. സനാഉഹു ഇൻദൽ മലായിക. മുത്തുനബിയുടെ മദ്ഹ് മാലാകമാരോട് പറയുകയാണ്. അല്ലാഹു റസൂലുള്ളാഹിന്റെ സ്വലാത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നബിതങ്ങളെ പേരിൽ സ്വലാത്തില്ലെന്നതിന്റെയും മഅന അതാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ ഗുണം ചെയ്യണേ എന്ന് പറഞ്ഞ അതിന്റെ സാരെന്താ? നബി ഒരു ഗുണമില്ലാതെ ഖബറിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് കിടക്കുമ്പോ എന്റെ വകയിൽ ഒരു പ്രാർത്ഥന, നബി ഒന്ന് രക്ഷപ്പെട്ടോട്ടെ, ഇതാണോ സലാത്തിന്റെ അർത്ഥം? അല്ല, അതൊരു സിന്ദാബാദാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹു പറയലാണ്. ആ നേതാവിന് വേണ്ടി സംസാരിക്കലാണ്, അവിടത്തെ പേര് പറയലാണ്. അതിന്റെ നേട്ടം ആർക്കാ? മൻ സ്വല്ലാ അലയ്യ സ്വലാ സ്വല്ലല്ലാഹു അലൈഹി അസ്റ. നമ്മൾ ഒരു സ്വലാത്ത് അവിടത്തെ പേരിൽ ചൊല്ലിയാൽ 1000 സ്വലാത്ത് അല്ലെങ്കിൽ 10 സ്വലാത്ത് അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് തരികയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ നേട്ടത്തെക്കാൾ നമുക്കുള്ള നേട്ടമാണ് സ്വലാത്തിലൂടെ ഉള്ളത്. അത് പ്രവാചകന്റെ മദ്ഹാണ്. ആ മുത്തുനബിയുമായി ബന്ധപ്പെട്ടതിലൊക്കെ സന്തോഷിക്കാൻ അള്ളാഹു നമ്മളോട് പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ. അള്ളാഹിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം. സൂറത്ത് യൂനുസിൽ അള്ളാഹു പഠിപ്പിച്ചു. ഇബ്നു അബ്ബാസ് ആയത്തിന് അങ്ങനെ തന്നെ വ്യാഖ്യാനം നമ്മൾക്ക് പറഞ്ഞു തന്നു. ആ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കുക എന്നതിൽ അവിടുത്തെ ജന്മം പെടുകയില്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അവർ പ്രമാണം ഉദ്ധരിക്കണം. പ്രമാണമുള്ളത് അങ്ങനെയല്ല. മുത്തുനബിയുടെ ജന്മവും ആ സന്തോഷിക്കുന്നതിലും അനുസ്മരിക്കുന്നതിലും പെട്ടതാണ്. സുഇലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ സൗമി യൗമിൽ ഇസ്നൈൻ. എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കാറുള്ള തിരുനബിയോട് സ്വഹാബത്ത് അതിന്റെ കാരണം ആരാഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫീഹി വുലിത്തു, അതെന്റെ ജന്മദിനമാണ്. മുത്തുനബി അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ശുക്ർ ചെയ്തുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുത്ത ആളാണ്. ആ തിരുപ്പിറവി ഉണ്ടായ മാസത്തിന് ബഹുമാനമുണ്ടോ? ഇസ്ലാമിന്റെ പ്രമാണം പറയുന്നത് ഒരു മാസത്തിൽ സവിശേഷകരമായ ഒരു സംഭവം ഉണ്ടായാൽ അത് ആ മാസത്തിന് തന്നെ മഹത്വമുണ്ട് എന്നാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എല്ലാവർക്കും അറിയാം, ഖുർആൻ ഇറങ്ങിയത് റമളാനിലെ ഒരു രാത്രി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. അതുകൊണ്ട് ഖുർആൻ ആ രാത്രിക്ക് മാത്രമല്ല, ആ ദിവസത്തിന് മാത്രമല്ല, ആ മാസത്തിന് മുഴുക്കെ മഹത്വമുണ്ടെന്ന്
എന്നാ പറഞ്ഞത്. ശഹ്റു റമളാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അതുകൊണ്ട് മുത്തുനബി ജനിച്ച മാസം, ഖുർആൻ ഇറക്കപ്പെട്ട നബി അതാണ്. ആ നേതാവിന്റെ ജന്മമാസത്തിന് മഹത്വമുണ്ട്. ആ മാസത്തിന്റെയും അല്ലാത്ത മാസത്തിലും ദിവസത്തിലുമൊക്കെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം. അത് റസൂലുള്ളാഹി നമുക്ക് കാണിച്ചു തന്നു. വേദിയും സ്റ്റേജിയും ഉണ്ടാക്കി കാണിച്ചു തന്നു. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യലഉ ലിഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദ്. മദീനത്തെ പള്ളിയിൽ ഒരു സ്റ്റേജ് ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട കവി അദ്ദേഹത്തിന് വേണ്ടി അവിടുന്ന് ഒരുക്കി കൊടുത്തിരുന്നു. വകാന യഖൂമു അലൈഹി ദായിമൻ യുഫാഖിറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ മദ്ഹ് ഗീതങ്ങൾ ആ മിമ്പറിൽ സ്റ്റേജിൽ കയറി മഹാനവറുകൾ എല്ലാ ദിവസവും അവിടുന്ന് പറയുന്നു. അങ്ങനെ റസൂലുള്ളാഹി ദുആ ചെയ്യുകയാണ്, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദുസി മാ നാഫഹ ഔ ഫാഖറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മദ്ഹ് ചെയ്യുന്ന കാലത്തോളം പരിശുദ്ധാത്മാവാകുന്ന ജിബ്രീൽ മുഖേന മഹാനെ അല്ലാഹ് ശക്തിപ്പെടുത്തട്ടെ എന്ന ആശീർവാദമാണ് റസൂലുള്ളാഹി കൊടുത്തത്. അതാണ് നമുക്കിവിടെ നടക്കാൻ പോകുന്നത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങൾ പറയുകയും അത് പാടുകയും ചെയ്യുക. അത് വലിയൊരു മഹത്വമുള്ള സൽക്കർമ്മമായി പുണ്യകർമ്മമായി മതം പഠിപ്പിച്ചതാണ്. പിന്നെ തിരുപ്പിറവിയിൽ സന്തോഷിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ച് നമ്മൾ ഭക്ഷണ വിതരണം നടത്തുന്നു. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി ഖുർആൻ പരിചയപ്പെടുത്തിയ തന്നെ ആശയമാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. സന്തോഷവേളകളിലും സന്താപവും പ്രയാസവും ദുഃഖവും വരുമ്പോഴും ചെലവ് ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതാണ് നമ്മൾ ചെയ്യുന്നത്. സംഭവം കൂട്ടാൻ നമ്മളെ അഖീഖ അറുക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ് ഒരു വീടുണ്ടാകുന്ന ദിവസം. ആ വീടുണ്ടായാൽ നമ്മളതാ എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കുകയാണ്. നബിതങ്ങൾക്ക് 9 ഭാര്യമാർക്ക് വീടുണ്ട്. ഒരൊറ്റ ഭാര്യന്റെ വീട്ടിൽ വീട് കൂടുന്ന ദിവസവും ഗൃഹപ്രവേശ ദിവസവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദ്യ ഒരുക്കിയിട്ടില്ല. അപ്പൊ അതൊരു ബിദ്അത്താണെന്ന് പറഞ്ഞ് മുബ്തദീങ്ങളായ ആളുകൾ ഇത് പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാ? അവര് പോലും അവരെ വീട് കൂടുന്ന ദിവസം അവര് സദ്യ കൊടുക്കുന്നില്ലേ? റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനാ? അതിന് വേറെ തെളിവ് വേണ്ട. അത് പൊതുവിൽ പ്രോത്സാഹിപ്പിച്ചതാ. സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കാം. അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ബിരിയാണി കൊടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ, ചുക്കാപ്പിക്കാണ് കഴിയുന്നവർ അങ്ങനെ, മിഠായി കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ. ഇതൊന്നും ബിദ്അത്താണെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിനെ ഇടുക്കമുള്ള മതമാക്കരുത്. അത് വിശാലമായ മതമാണ്. അതിന് ചില കാഴ്ചപ്പാടുകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മീലാദ് ആഘോഷത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും പ്രമാണബദ്ധമാണ് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി, അള്ളാഹിന്റെ ഹബീബിനെ ഹുബ്ബ് വെക്കുന്നവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാഇന് പരമാവധി പരിശ്രമിക്കണം. അവിടത്തെ കുടുംബത്തെ നമ്മൾ നന്നായി സ്നേഹിക്കണം. അള്ളാഹു തന്നെ തിരുനബിയോട് പറഞ്ഞതെന്താ? നബി അവിടുന്ന് പറയണം, മാ അസ്അലുക്കും അലൈഹി അജ്റാ. ഇത്രയും ത്യാഗം സഹിച്ച് ഈ ദീനിനെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിന് ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. നിങ്ങൾ ആരും ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് തരേണ്ടതില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഒരൊറ്റ കാര്യമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ എന്റെ കുടുംബത്തെ സ്നേഹിക്കണം, എന്റെ കുടുംബത്തെ നിങ്ങൾ ആദരിക്കണം. ഇതാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് അള്ളാഹു ഈ ഉമ്മത്തിൽ നിന്ന് ആവശ്യപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സയ്യിദന്മാർ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. അവർ ഏത് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും റസൂലുള്ളാഹിന്റെ മക്കളാണ്. മഹാനായ താജുൽ ഉലമ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള, പാണ്ഡിത്യമുള്ള, 10,000കണക്കിന് ശിഷ്യഗണങ്ങളുള്ള, വലിയ ഇൽമും തഖ്വയുമുള്ള, അമല് ചെയ്യുന്ന വലിയ മഹാനാണ്. ഇപ്പോൾ 100 വയസ്സിന്റെ അടുത്ത് ആ മഹാന് പ്രായമായിട്ടുണ്ട്. ആ മഹാനെ അദ്ദേഹം കാന്തപുരം ഉസ്താദിന്റെ ഒരു നേതൃത്വം കൊടുക്കുന്ന ആളാണ്, ഉസ്താദിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് എന്നൊരൊറ്റ കാരണത്താൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇകഴ്ത്താൻ പാടുണ്ടോ? ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പിൽ ഒരു തങ്ങൾ വിട്ടു എന്ന
പഠിപ്പിച്ചതിന്റെ പേരിൽ നമ്മൾ അവരെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ? നമ്മളെ ഉസ്താദുമാർ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഏത് ആലിമീങ്ങളെ തെറി പറഞ്ഞാലും സാദാത്തുക്കളെ ആര് ചീത്ത പറഞ്ഞാലും അതിന് പകരം അതുപോലെ ചീത്ത പറയാൻ നമ്മളെ ഉസ്താദുമാർ നമ്മളെ സമ്മതിക്കാത്തത് കൊണ്ട് നമ്മൾ ആരെയും അധിക്ഷേപിക്കരുത്. നാം റസൂലുള്ളാഹിനോട് മഹബത്തുള്ളവരാണെങ്കിൽ അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെട്ടത് അവിടുത്തെ കുടുംബത്തെ ആദരിക്കണമെന്നാണ്, ബഹുമാനിക്കണമെന്നാണ്. അത് നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ആ രീതിയിൽ തിരുനബി തങ്ങളുടെ ജീവിതം വൈയക്തിക ജീവിതത്തിലും കുടുംബത്തിലും സാമ്പത്തിക വ്യവഹാരങ്ങളിലും നമ്മുടെ സാമൂഹിക പെരുമാറ്റച്ചട്ടങ്ങളിലും രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയിലും അന്യ സമുദായത്തോടുള്ള പെരുമാറ്റത്തിലും നമ്മളെ കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അവിടുന്ന് മാതൃകകൾ കാണിച്ചിട്ടുണ്ട്. അത് സാധാരണ നമ്മുടെ വഅദുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ തിരുനബിയെ തങ്ങളെ ഒരു ഹ്രസ്വമായി പരിചയപ്പെടുത്തുന്ന മജ്‌ലിസായതുകൊണ്ട് ഇത്രമാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങളെ പാടുന്ന ഈ സദസ്സിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്ന ഒരു സദസ്സായി നീ കബൂലാക്കണേ അല്ലാഹ്.